ഇതിൻ്റെ അപ്പുറത്ത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്. നമ്മളൊരു ഹോളിസ്റ്റിക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു 3 മൈൽ സ്റ്റോൺസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴും പലരും ആലോചിക്കാറേ ഇല്ല. ഒരാൾക്ക് ശരിക്കും ലൈഫിൽ 2 റിസ്ക് ആണുള്ളത്. ഒന്ന് റിസ്ക് ഓഫ് ലിവിങ് ടു ഷോർട്ട്, നേരത്തെ മരിച്ചു പോയാൽ ഫാമിലിക്ക് ഉണ്ടാവാവുന്ന റിസ്ക്. രണ്ടാമത്തത് റിസ്ക് ഓഫ് ലിവിങ് ടു ലോങ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ എസ്പെഷ്യലി നിങ്ങൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഈ രാജ്യത്തുള്ളതും പുറത്തുള്ളതുമായ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ഇല്ലാത്ത ഒരാൾക്ക് -1 ആണ് സ്കോറായിട്ട് കാണിക്കുക. അപ്പോൾ -1 എന്ന് പറയുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ ബാങ്കുകാർക്ക് ഉടനെ മനസ്സിലാവും ഇയാൾക്ക് ഇതേവരെ ഒരു ലോൺ എടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ ഇൻഡിപെൻഡൻ്റ്ലി ഇപ്പം നിങ്ങളുടെ ഇൻകവും ഹിസ്റ്ററിയും എല്ലാം നോക്കിയിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ട് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരും. ഇങ്ങനെയുള്ള അനാലിസിസ് നടത്തി ആ സിസ്റ്റത്തിനെ ഫുൾ പ്രൂഫ് ആക്കിയാൽ മാത്രമേ നമുക്ക് ലോങ് ടേമിൽ അതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. പലരും ഫെയിൽ ചെയ്യുന്ന ഏരിയാസ്, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പ്രിസൈസ് ആയിട്ട് പറയാനാണെങ്കിൽ പ്ലാനിങ്. ആ പ്ലാനിങ് ഫേസിൽ എന്തുമാത്രം മെറ്റിക്കുലസ് ആയിട്ട് എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നോ ചാൻസസ് ഓഫ് സക്സസ് ആർ ടു ഹൈ. അതല്ലെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് തുടങ്ങാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പോകുന്ന ഒരു ഫിലോസഫി പലരും ചെയ്യാറുണ്ട്. പണ്ടത്തെ കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ദാറ്റ് വിൽ ബി ടു കോസ്റ്റ്ലി എ മിസ്റ്റേക്ക്. ഹായ് വ്യൂവേഴ്സ്, മണി ഗൈഡിൻ്റെ മറ്റൊരു ഇൻസൈറ്റ്ഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായുള്ളത് പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ്, ബാങ്കിങ് ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ ജിസ്പി കോട്ടുകപ്പള്ളി സാറാണ്. കാലിക്കറ്റിലെ സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിൽ നിന്നും BCom കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഇന്റർ ഫിനിഷ് ചെയ്ത് പ്രൊബേഷണറി എക്സാം വഴി കാത്തലിക് സിറിയൻ ബാങ്കിലെ പ്രൊബേഷണറി ഓഫീസറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ജോലിക്കിടയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ CMA എക്സാമും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ നിന്നും ഫിനാൻഷ്യൽ അഡ്വൈസിങ്ങിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്റ്റൻസ് ആയിട്ട് MBAയും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. 1996 പ്രൊബേഷണറി ഓഫീസായി തുടങ്ങിയിട്ടുള്ള കരിയറിൽ മിസ്റ്റർ കോട്ടുകപ്പള്ളി CSB ബാങ്കിലെ ജനറൽ മാനേജറായിട്ടാണ് വിരമിച്ചത്. ബാങ്കിങ് സെക്ടറിൽ 2 ഡീക്കേഡ്സിൻ്റെ എക്സ്പീരിയൻസും ഇദ്ദേഹത്തിനുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. 2018 വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷം എസ്കലേറ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എന്ന പേരിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങി. അതിലൂടെ ഇന്ന് അദ്ദേഹം ഒട്ടനവധി വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സാമ്പത്തിക വിജയത്തിനുള്ള ഒരുപാട് അഡ്വൈസറി നൽകി വരുന്നുണ്ട്. മാത്രമല്ല ആളുകളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആൾട്രൂയിസ്റ്റിക് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്ന ഫേം ഒരു ഹോളിസ്റ്റിക് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോകത്തെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് മിസ്റ്റർ ജിസ്പി കോട്ടുകപ്പള്ളിയുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് സർ, വെൽക്കം ടു അവർ ഷോ. സർ, സാറിന് ഒരു 22 വർഷത്തോളമുള്ള ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ സാർ എന്തായാലും സാറിൻ്റെ കരിയറിൽ ഒരുപാട് ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകൾ കണ്ടിട്ടുണ്ടാവും, അതും സ്പെഷ്യലി ഇൻഡിവിജ്വൽസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം. സാർ, എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു ലാർജ് സ്പാൻ ഓഫ് കരിയറിൽ സാർ കണ്ടിരിക്കുന്ന ഒരു മേജർ ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകൾ? എന്റെ ബാങ്കിങ് കരിയറിൽ 2 സൈഡും ഉണ്ട് ആക്ച്വലി, പേഴ്സണൽ സൈഡ് ആൻഡ് ബിസിനസ് സൈഡ്. അപ്പോൾ ഇതിൽ ഒരു ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണൽ സൈഡിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാത്തതാണ്. അപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് കുറെ കാശ് കിട്ടും. ആ കാശ് കിട്ടുമ്പോൾ ഒന്നെങ്കിൽ അത് വളരെ ലോങ് ടേമിലേക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഈവൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലും ആക്കാണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വളരെ ലോങ് പീരീഡിലേക്ക് ഫണ്ടുകൾ കിടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ വേറൊരു സ്പെക്ട്രം ഞാൻ കണ്ടിരിക്കുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് 0 ബാലൻസ് അല്ലെങ്കിൽ 100 രൂപ 500 രൂപ മിനിമം ബാലൻസ് വെച്ചിട്ട് ബാക്കി എമൗണ്ട് ഫുള്ളായിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് ഇക്വിറ്റി മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ, ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാൻ അവർക്കില്ലാത്തതുകൊണ്ടാണ്. ഒരു സിംഗിൾ മിസ്റ്റേക്ക് എന്ന് പറയാനാണെങ്കിൽ ഐ വുഡ് സേ ലാക്ക് ഓഫ് എ പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ഫോൾട്ട്. ഓക്കെ സർ. സർ, ഇപ്പോൾ സർ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ല എന്നുള്ളത്. എല്ലാവർക്കും കുറെ ആഗ്രഹങ്ങളുണ്ട്, പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഫിനാൻഷ്യൽ ഗോൾസ് കുറെ ഇങ്ങനെ അവർ കീപ്പ് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യണം ഫ്യൂച്ചറിൽ എന്നൊക്കെ ഉള്ളത്. പക്ഷെ പലർക്കും അവരുടെ കാര്യങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള അറിഞ്ഞുകൂടാ.
എങ്ങനെയായിരിക്കും ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുക, അവർ റൈറ്റ് ട്രാക്കിലാണോ അല്ലയോ എന്നുള്ളത്? ഒന്നാമത് ശരിക്ക് ആളുകൾക്കൊരു ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ശരിയാന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. കാരണം പലരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു 10 പേരെ കണ്ടിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ 10ൽ ഒരു 2 പേരിൽ നിന്ന് പോലും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ഇൻട്രാക്ഷൻ വെച്ചിട്ട് ഞാൻ പറയാണ്. ലൈഫിലെ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെ കിട്ടുന്നത് ഒരു 5 പേരുടെ കയ്യിൽ നിന്നായിരിക്കും. ബാക്കി പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ലൈഫിലെ ഗോൾ തന്നെ കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനെ പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുമ്പോൾ അത് എന്താണ് ഫിനാൻഷ്യൽ ഗോൾ എന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് പേര് ഒരു ഗോൾസ് പറയും. പക്ഷെ ആ പറയുന്ന ഗോളുകളിൽ പോലും നിങ്ങൾ നോക്കുമ്പം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വേണ്ട പല ഗോൾസും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നില്ല. ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പല ആൾക്കാരോടും ഫിനാൻഷ്യൽ ഗോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ അവർ സെറ്റ് ചെയ്ത് വരുന്ന ഗോളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് മേടിക്കണം, ഒരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ മോളുടെ കല്യാണം ഒക്കെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്. നമ്മളൊരു ഹോളിസ്റ്റിക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു 3 മൈൽ സ്റ്റോൺസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് നമ്മൾ പറയുന്നത് ഒരു കണ്ടിജൻസി ഫണ്ടിങ് ആണ്. അപ്പോൾ കണ്ടിജൻസി ഫണ്ടിങ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു അപ്രോച്ച് ആക്ച്വലി നമ്മളൊരു വ്യക്തിയുടെ ഹോളിസ്റ്റിക് ഫിനാൻഷ്യൽ പ്ലാനിങ് നോക്കുമ്പോൾ ലിജി ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഏതൊരു വ്യക്തിയും പാലിക്കേണ്ട ഒരു മിനിമം ചട്ടക്കൂടാണ് ഞാനീ പറയുന്നത്. ഒരു കണ്ടിജൻസി ഫണ്ടിങ് പ്ലാൻ എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം സോഴ്സ് അഫക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ പെട്ടെന്നൊരു എമർജൻസി വന്ന് കുറച്ചധികം കാശ് ചിലവാക്കുകയോ ചെയ്യേണ്ടി വന്നാൽ അതിന് നിങ്ങൾ വേറെ എവിടെയും ആ സമയത്ത് അന്വേഷിച്ച് പോയി കാശുണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ടാവും. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പറയുക കോവിഡ് സിറ്റുവേഷനാണ്. കോവിഡ് സിറ്റുവേഷനിൽ പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നു, പലർക്കും നാളെ മുതൽ ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നട്ടം തിരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കണ്ടിജൻസി ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്ര എന്നുള്ളത് നമുക്ക് പിന്നെ വരാം. ഒരു കണ്ടിജൻസി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോവാം. പലരും നിങ്ങൾ പോയിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടിജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന ഗോൾ പറയില്ല. രണ്ടാമതായിട്ട് കണ്ടിജൻസി ഫണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ജേർണിയിൽ വേണ്ടത് റിസ്ക് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഈ റിസ്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി 2 ആയിട്ട് എടുക്കാം. ഒന്ന് നിങ്ങൾക്ക് ഇൻകം പ്രൊട്ടക്ഷൻ ഉണ്ട്, 2 എക്സ്പെൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫാമിലിയിലേക്ക് ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അഫക്റ്റഡ് ആവാണ്ട് പോകാനുള്ള ഒരു ഫണ്ട്. അത് ഇൻഷുറൻസ് വഴിക്ക് വരണം. അത് ലൈഫ് ഇൻഷുറൻസ് ആണ് അതിനുള്ള സൊല്യൂഷൻ. എക്സ്പെൻസ് പ്രൊട്ടക്ഷനിൽ ഒന്ന് അസറ്റ് ഇൻഷുറൻസ് ഉണ്ടാവും, വീട്, ബാക്കി കാറ്, അങ്ങനത്തെ കാര്യങ്ങൾ. അത് മിക്കവാറും ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് പലപ്പോഴും വേണ്ട രീതിയിൽ ആളുകൾ എടുക്കാറില്ല. ചില ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ അത് വേണ്ട ലെവലിൽ എത്താറില്ല. കോവിഡ് കഴിഞ്ഞിട്ട് താങ്ക്സ് ടു കോവിഡ് ഒരുപാട് പേര് പുതുതായിട്ട് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അഡിക്വസി അത് വേണ്ടത്രയും ഉണ്ടോ എന്നുള്ളത്. മൂന്നാമത്തെ ഇതിലാണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് ഒക്കെ വരുന്നത്. അതിനകത്ത് പലർക്കും ഈ പറഞ്ഞ മാതിരി വീട്, കാറ് വരെയൊക്കെ എത്തുന്നുണ്ടെങ്കിലും റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴും പലരും ആലോചിക്കാറേ ഇല്ല. ആൻഡ് ഒരാൾക്ക് ശരിക്കും ലൈഫിൽ 2 റിസ്ക് ആണുള്ളത്. ഒന്ന് റിസ്ക് ഓഫ് ലിവിങ് ടു ഷോർട്ട്, നേരത്തെ മരിച്ചു പോയാൽ ആ ഫാമിലിക്ക് ഉണ്ടാവാവുന്ന റിസ്ക്. രണ്ടാമത്തത് റിസ്ക് ഓഫ് ലിവിങ് ടു ലോങ്. അപ്പോൾ കൂടുതൽ നാൾ ജീവിച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു 75+ ആണ് ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി പറയുന്നത്. ഏർണിംഗ് ഏജ് എന്ന് പറയുന്നത് ഒരു 60 വയസ്സ് 65 വയസ്സാണ്. ഇന്ത്യയിൽ വളരെ കാര്യമായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത ഡോളർ കിട്ടും, അത് വെച്ചിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി മെഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ 60 വയസ്സ് വരെ ഏൺ ചെയ്യുന്ന ആൾ 60 കഴിഞ്ഞിട്ട് 75 വരെ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചോദ്യചിഹ്നമാണ്. പണ്ട് ഇത് മക്കൾ നോക്കിയിരുന്നു എന്നൊക്കെ പറയാം. ഇനിയുള്ള കാലത്ത് ഇപ്പം തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ അതൊട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും നമ്മൾ ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പല ഗോൾസും അവരുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നില്ല. അത് വരാത്തതിൻ്റെയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്ന ഒന്നും തന്നെ ടാഞ്ചിബിൾ അല്ല. നമ്മൾക്ക് കാണുന്നതും അറിയുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ വ്യക്തത ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാനതാ പറഞ്ഞത്, ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് പിന്നെ ആളുകൾ പറയുന്ന ഉത്തരവും പോലും കാണാവുന്നതുമായിട്ട് റിലേറ്റഡ് ആണ്. എനിക്കൊരു കാറ് വേണം, ആ കാർ എന്ന് പറയുന്നത് കാണാവുന്ന വസ്തു. എനിക്കൊരു വീട് വേണം, അത് കാണാവുന്ന വസ്തുവാണ്. പക്ഷേ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ, ഇൻകം പ്രൊട്ടക്ഷൻ അത് കാണാവുന്ന ഒരു സാധനമല്ല.
പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഇത് കാണാവുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഈ കാണാത്ത പല ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഗോൾസും ആളുകൾ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ഫിനാൻഷ്യൽ ലിറ്ററസി ആണെന്നാണ് ഞാൻ പറയുക. സർ പറഞ്ഞത് കറക്റ്റാ. പലപ്പോഴും നമ്മളെല്ലാവരും കാണുന്നത്, എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊരു ഗോളായിട്ടോ ഒരു പ്ലാനിങ്ങോട് കൂടി അല്ല അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് സാർ. എനിക്ക് തോന്നുന്നു ആ അപ്രോച്ച് തന്നെ ഒരു വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് വെൽത്ത് ക്രിയേഷന് നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കണം, എന്നാൽ മാത്രമേ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാരുടെയും ഇനീഷ്യൽ പിക്ക് എന്ന് പറയുന്നത് ഫ്രം ഒരു കൺവെൻഷണൽ FD അതുപോലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ടൂൾസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കും സ്റ്റോക്കിലേക്കുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാർജർ ഓഡിയൻസിനും അറിയാനുള്ളൊരു താല്പര്യമുള്ള ഒരു കാര്യം അതായിരിക്കും, എങ്ങനെയായിരിക്കാം ഒരാൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും പിക്ക് ചെയ്യാൻ പറ്റുന്നത്. സാറിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിൻ്റെ ഒരു തോട്ട് എന്തായിരിക്കും അതിൽ? ഞാൻ അതുകൊണ്ടാണ് ലിജി ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ജേണിയെക്കുറിച്ച് പറഞ്ഞത്. ആക്ച്വലി ആൻഡ് ഏറ്റവും കൂടുതൽ ആളുകൾ മിസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫസ്റ്റുള്ള കണ്ടിജൻസി പ്ലാൻ പലർക്കും ഇല്ല, അതിനുള്ള ഫണ്ട് ഇല്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. അതുള്ളവർക്ക് പോലും പിന്നെ ലിജിൽ പറഞ്ഞ മാതിരി നേരെ പോകുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. ഇതിൻ്റെ ഇടയിലുള്ള റിസ്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സാധനം പലരും മിസ് ചെയ്യുന്ന സാധനമാണ്. അതവിടെ നിൽക്കട്ടെ, അപ്പോൾ അതവിടെ വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി നമ്മൾ അടുത്ത ഗോളിലേക്ക് പോയാൽ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ മൂന്നായിട്ട് തരംതിരിക്കണം. മൂന്നായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവും, മീഡിയം ടേം ഗോൾ ഉണ്ടാവും, ലോങ് ടേം ഗോൾ ഉണ്ടാവും. ഈ 3 ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് എത്ര നാൾ കൊണ്ടാണോ ഈ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നനുസരിച്ചിട്ട് ആ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗോൾസിനെ തരംതിരിക്കുന്നത്. ഇത് തരംതിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഗോളിനും എടുക്കേണ്ട ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് വേറെയാണ്. ഷോർട്ട് ടേം ഗോളിന് ഒരു ഷോർട്ട് ടേം ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ എനിക്കൊരു കാർ മേടിക്കണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പോയിട്ട് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു വൈസ് ഡിസിഷൻ ആയിരിക്കും. മീഡിയം ടേം ഗോൾ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് വേറെയാണ്, ലോങ് ടേം ഗോൾ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് വേറെയാണ്. അപ്പോൾ ഇത് എന്താണ് ഷോർട്ട് ടേം, എന്താണ് മീഡിയം ടേം, എന്താണ് ലോങ് ടേം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇതിനകത്ത് അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണ നമ്മൾ പറയുക ഒരു 1 ഇയറിൻ്റെ ഉള്ളിലുള്ള ഏത് ഗോളാണെങ്കിലും അതൊരു ഷോർട്ട് ടേം ഗോളാണ്. ഒരു 1 to 3 years വരെയുള്ള ഗോളാണെങ്കിൽ അതൊരു മീഡിയം ടേം ഗോളാണ്. അല്ലെങ്കിൽ 1 to 5 years വരെയുള്ളതാണെങ്കിൽ അതൊരു മീഡിയം ടേം ഗോളാണ്. എബവ് 5 years ഉള്ളതാണെങ്കിൽ അതൊരു ലോങ് ടേം ഗോളാണ്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ആ ഗോൾസിനെ സെറ്റ് ചെയ്യുന്നത് ടൈം ഫ്രെയിം വെച്ചിട്ട്. ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ടേം ഗോൾസിന് പറ്റിയ പ്രോഡക്റ്റ് എന്താണ്? അപ്പോൾ ഡെഫിനറ്റ്ലി ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് വളരെയധികം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ നിന്ന് സിഗ്നിഫിക്കൻറ്റ് റിട്ടേൺ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ആ ഗോള് വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടും ടൈം ഫ്രെയിം കുറവായതുകൊണ്ടും നമ്മൾ വളരെ ലിക്വിഡ് ആയിട്ടുള്ള എന്നാലൊരു ഡീസൻറ്റ് റിട്ടേൺ കിട്ടുന്ന പ്രോഡക്ട്സിൽ വേണം പോകാൻ. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമുക്ക് പോകാവുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ്സിലേക്കാണ്. നല്ലൊരു പെർസെൻറ്റ് അതും ഫിക്സഡ് ഡെപ്പോസിറ്റ്സിലേക്കോ അല്ലെങ്കിൽ സ്വീപ്പിംഗ് ഡെപ്പോസിറ്റ്സിലേക്കോ ഒക്കെ പോകാം. സെക്കൻഡ് ഇത് എന്ന് പറയുന്നത് മീഡിയം ടേം ആണ്. അപ്പം മീഡിയം ടേമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സിലേക്ക് വേണം പോകാനായിട്ട്. ഈ പറഞ്ഞ മാതിരി കുറച്ച് ലിക്വിഡ് ഫണ്ട്സിൽ, അതായത് ബാങ്ക് ഡെപ്പോസിറ്റ്സിൽ വേണം, കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ വേണം. അപ്പം മ്യൂച്വൽ ഫണ്ട് തന്നെ പോകുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് പല ടൈപ്പ് എക്സ്പോഷേഴ്സ് ഉണ്ടാവാം. മീൻസ് സ്മോൾ ക്യാപ്പ് ഉണ്ടാവാം, ലാർജ് ക്യാപ്പ് ഉണ്ടാവാം, മിഡ് ക്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ അവിടെയും നമ്മളുടെ ടൈം ഫ്രെയിം ഇപ്പോൾ ഐഡിയലി നമുക്കൊരു നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് യു ഷുഡ് റിമെയിൻ ഇൻവെസ്റ്റഡ് ഫോർ ലോങ് ടേം. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നാലാണ് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്നാൽ ഒരു 3 to 5 year ഹൊറൈസണിൽ ബെനിഫിറ്റ് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷെ അപ്പം നമുക്ക് റിസ്ക് എടുക്കാനും നമുക്ക് ആ ലിക്വിഡിറ്റിയും ആ പ്രൈസ് ഫ്ലക്ച്വേഷനും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ മൾട്ടി അസറ്റ് ഫണ്ടുകളിലോ ഹൈബ്രിഡ് ഫണ്ടുകളിലോ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലോ ഒക്കെ ആയിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ സെലക്ട് ചെയ്യേണ്ടി വരിക. ലോങ് ടേമിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ട്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈവൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്താൽ റിക്കവർ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഹൈബ്രിഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോങ് ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ട് തന്നെ നിൽക്കും. മിഡ് ടേം എന്ന് പറയുന്നത് എപ്പോഴും മിഡ് ടേം ആയിട്ട് നിൽക്കില്ല. നിങ്ങൾക്ക് 5 കൊല്ലമാണ് മിഡ് ടേം എന്ന് പറയുന്നുണ്ടെങ്കിൽ 4 കൊല്ലം ആകുമ്പോഴേക്കും ആ 5ാമത്തെ കൊല്ലം ആകുമ്പോഴേക്കും 4 കൊല്ലം കഴിയുമ്പോൾ ആ അന്ന് തുടങ്ങിയപ്പോൾ മിഡ് ടേം ആയിട്ടുണ്ടായിരുന്ന സാധനം ഷോർട്ട് ടേം ആയി. അപ്പോൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ റിയലൈൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലാണോ 5 കൊല്ലം മുന്നേ ഇട്ടത് അത് 5ാമത്തെ കൊല്ലം ആവുമ്പോഴല്ല നമ്മൾ പോയിട്ടോ 5 കൊല്ലം കറക്റ്റായി ഇന്ന് നമുക്കിനി നമ്മൾ പണ്ട് വീടുകളിലൊക്കെ വൈൻ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം 21 ദിവസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വൈൻ തുറന്നിട്ട് പുറത്തേക്ക് എടുക്കുക. അങ്ങനെയാണ്. ഇതങ്ങനെയല്ല.
നിങ്ങൾക്ക് 5 കൊല്ലം കഴിയുമ്പോഴാണ് ഫണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ 4ാമത്തെ കൊല്ലം തൊട്ട് ആ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കി പ്രോഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിലേക്ക് മാറ്റി, അതായത് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് പോവുക. ലോങ് ടേമിന് ഇത് തന്നെയാണ്. 25 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലത്തേക്കുള്ള നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 20 കൊല്ലത്തേക്കുള്ള റിട്ടയർമെന്റ് പ്ലാനിങ് കഴിയുമ്പോഴല്ല, അല്ലെങ്കിൽ ആ 20 കൊല്ലം കഴിയുമ്പോഴല്ല നമ്മൾ ഇത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഫണ്ട് എടുക്കാൻ നോക്കുന്നത്. 18 കൊല്ലം കഴിയുമ്പോൾ തൊട്ടിട്ട് മെല്ലെ വിഡ്രോ ചെയ്യും. അപ്പോൾ ഇതാണ് ബ്രോഡ്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ട അപ്രോച്ച്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ ഏത് ടൈം ഫ്രെയിമിലാണ്, എത്ര നാൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത്, അതനുസരിച്ച് അത് ഷോർട്ട് ടേം ആണോ, ലോങ് ടേം ആണോ, മീഡിയം ടേം ആണോ നോക്കുക. പിന്നെ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, നമ്മളുടെ ഇൻഡിവിജ്വലിന്റെ റിസ്ക് ആപ്പിറ്റൈറ്റ്. ആ ഒരു റിസ്ക് ആപ്പിറ്റൈറ്റും കൂടെ നിശ്ചയിച്ചിട്ട് വേണം ഒരു ഇൻഡിവിജ്വൽ ഏത് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എടുക്കണം എന്നുള്ളത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാങ്കിലുള്ളപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള കുറേ ആൾക്കാർ, റിട്ടയർമെന്റിന്റെ വലിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി ഫണ്ടിന് ആവശ്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം. കാരണം അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെയുള്ള പെൻഷൻ കിട്ടുന്നുണ്ട്, അത്യാവശ്യം പിള്ളേരൊക്കെ സെറ്റിൽഡ് ആണ്, നിങ്ങൾ കുറച്ച് കാശ് എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 60 വയസ്സായി, ഇനി ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ടൈം ഫ്രെയിം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഏത് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എടുക്കണം എന്നുള്ള ചോയ്സ് ഈ പറയുന്ന കസ്റ്റമറുടെ റിസ്ക് ആപ്പിറ്റൈറ്റും കൂടെ അനുസരിച്ചിരിക്കണം. കസ്റ്റമർ റിസ്ക് മനസ്സിലാക്കി അറിഞ്ഞ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആൾക്ക് ഈ പറയുന്ന പ്രോഡക്ട്സ് കൊടുക്കാം, ഇല്ലെങ്കിൽ വീൽ ഹാവ് ടു ഓപ്റ്റ് ഫോർ സേഫർ ഓപ്ഷൻസ്. അണ്ടർസ്റ്റുഡ് സാർ. സാർ ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് 1-2 ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ. ഒന്ന്, സാർ സ്വീപ്പ് ഇൻ FD പറ്റി പറഞ്ഞായിരുന്നു. എനിക്കൊന്ന് പല ആൾക്കാർക്കും FD പറ്റി അറിയുന്നുണ്ടാവും, പക്ഷെ എന്താണ് ഈ സ്വീപ്പ് ഇൻ FD എന്നുള്ളത് പല ആൾക്കാർക്കും, എനിക്കൊന്ന് സാർ ബാങ്കിങ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് സാറിന് എന്തായാലും അറിയാം. ഐ ഓൾസോ ഹാഡ് എ സ്മോൾ സ്റ്റിന്റ് ഇൻ ബാങ്ക്, സോ ഐ എം അവെയർ ഓഫ് ഇറ്റ്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി സാർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ലക്ഷക്കണക്കിന് രൂപ സേവിങ്സ് ബാങ്കിൽ ഇട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ബാങ്കിങ് കരിയറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സേവിങ്സ് ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5-4%. മെജോറിറ്റി ഓഫ് ദ ബാങ്ക്സിൽ. ചില ബാങ്കുകൾ ഇപ്പോൾ 7 കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് 7 എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നതാണ്. നിങ്ങൾ ആക്ച്വലി ചെന്ന് നോക്കിയാൽ 1 ലക്ഷം രൂപയുടെ മുകളിൽ ബാലൻസ് ഉണ്ടെങ്കിലൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് ക്യാച്ചാണ്. അപ്പോൾ ജനറലി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3.5 to 4% ആണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ നമുക്ക് എന്ത് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. റിട്ടേൺ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റിട്ടേൺ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് റിയൽ റിട്ടേൺസ് ആണ്. റിയൽ റിട്ടേൺസ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫ്ലേഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പോൾ ഏതാണ്ട് ഒരു 3.5-5% ഒക്കെ റൗണ്ടിലാണ് പലപ്പോഴും ഇൻഫ്ലേഷൻ നിൽക്കുക. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കലി റിയൽ റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല. 3.5 to 4% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രാക്ടിക്കലി 0.5 to 1% ഒക്കെയാണ് കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ വലിയൊരു എമൗണ്ട് നിങ്ങൾ ഓവർ എ പീരിയഡ് സേവിങ്സ് ബാങ്കിൽ ഇട്ടാൽ നിങ്ങൾക്ക് കാശ്, പർച്ചേസിംഗ് പവർ ആണ് കാശിന്റെ പവർ എന്ന് പറയുന്നത്, പർച്ചേസിംഗ് പവർ വെച്ചിട്ട് താഴേക്ക് പോകും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് പലരും ഇത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടിജൻസി ഫണ്ട്, പെട്ടെന്ന് ഫണ്ടിന് എമർജൻസി വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും ഇത് ചെയ്യാത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ 8%, 8.5%, 9% ഒക്കെ കിട്ടും. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 9% വരെയൊക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും ബാങ്കിൽ പോയി അങ്ങോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് മച്ചുർ ആവുന്ന ഡേറ്റ് നോക്കി തിരിച്ച് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ടാണ് പലരും ചെയ്യാത്തത്. ഇതിന് ബാങ്കുകൾ ഇപ്പോൾ ടെക്നോളജിയൊക്കെ അഡ്വാൻസ് ചെയ്തപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ സ്വീപ്പ് ഇൻ FD എന്ന് പറയുന്നത്. അത് നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ബാലൻസ് വരുന്നോ 1 ലക്ഷത്തിന്റെ മുകളിലുള്ള എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു FD അക്കൗണ്ടിലേക്ക് മാറ്റുക. അപ്പോൾ അവിടെ ഒരു FD അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിന് എത്ര നാൾ അവിടെ കിടക്കുന്നോ ആ കിടക്കുന്ന നാൾ, ഇപ്പോൾ അത് 6 മാസം കിടന്നു, നിങ്ങൾക്ക് പെട്ടെന്നൊരു 5 ലക്ഷം രൂപ വന്നു, ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ നിങ്ങളുടെ സേവിങ്സ് ബാങ്കിൽ നിന്നിട്ട് ബാക്കി 4 ലക്ഷം രൂപ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് സ്വീപ്പ് ഇൻ FDയിലേക്ക് പോകും. ആ സ്വീപ്പ് ഇൻ FDയിൽ 6 മാസം കിടന്നു എന്ന് വെച്ചാൽ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണെങ്കിൽ നിങ്ങൾക്ക് 7% കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് 1 ലക്ഷത്തിൽ താഴെ പോകുന്നതനുസരിച്ച് ഈ FDയിൽ നിന്ന് മെല്ലെ എമൗണ്ടുകൾ ഇതിലേക്ക് തിരിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ 1 ലക്ഷം രൂപ SBയിൽ നിന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു എമർജൻസി വന്ന് 25,000 രൂപ നിങ്ങൾ വിഡ്രോ ചെയ്തു. അന്ന് വൈകുന്നേരം ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഈ FDയിൽ നിന്ന് 25,000 രൂപ എടുത്തിട്ട് നിങ്ങളുടെ SB അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ SB അക്കൗണ്ടിൽ എപ്പോഴും 1 lakh rupees അവിടെ ബാലൻസ് ഉണ്ടാവും. ബാക്കി ആ സ്വീപ്പ് ഇൻ FD അല്ലെങ്കിൽ സ്വീപ്പ് ഔട്ട് FD എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടേക്ക് വേണ്ട ഫണ്ടുകൾ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ
നിങ്ങൾക്ക് സേവിങ്സ് ബാങ്കിന്റെ ലിക്വിഡിറ്റിയും എൻജോയ് ചെയ്യാം, FDയുടെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റും എൻജോയ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്. എനിക്ക് തോന്നുന്നു സാർ EMI ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ സ്വീപ്പിൻ FD. പലപ്പോഴും ഇന്ന ദിവസം എനിക്ക് ഡെബിറ്റ് വരാനുണ്ടെന്ന് വെച്ചിട്ടാണ് ആൾക്കാർ സേവിങ്സിൽ കുറെ കാശ് എടുത്ത് വെക്കാനുള്ള റീസൺ. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ കുറച്ചുകൂടെ ഐഡിയൽ പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ സാർ അത്. അതെ, ആക്ച്വലി ഇത് ഈ പറഞ്ഞ മാതിരിയാണ്. പല ആളുകൾക്കും ഒരു വളരെ സേഫ്റ്റി മെഷറായിട്ടാണ് സേവിങ്സിൽ വലിയൊരു ബാലൻസ് വെക്കുന്നത്. പക്ഷെ ആ സേഫ്റ്റിയുടെ കോസ്റ്റ് എന്താണെന്ന് അറിയാണ്ടാണ് പലരും അത്രയും വലിയൊരു എമൗണ്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു ബാലൻസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിങ്ക് ചെയ്യേണ്ട ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന സ്വീപ്പിൻ FD എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ് സാർ. സാർ നേരത്തെ സാർ ഒരുപാട് ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിരിക്കുന്ന ഒരു പോയിന്റ് സാർ, ഓരോ ഇൻവെസ്റ്റ്മെന്റിനെയും 3 ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സാർ ആ മീഡിയം ടേമിൽ റിവ്യൂ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞു നമ്മൾ 5 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് 5ാമത്തെ വർഷം ഇരിക്കുമ്പോഴും നമുക്കതിനെ റിവ്യൂ ചെയ്യുന്നതും ആദ്യത്തെ വർഷം റിവ്യൂ ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കണം എന്നുള്ളൊരു പോയിന്റ് സാർ പറഞ്ഞു. അപ്പോൾ അതിലാണ് സാർ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. ഏത് പീരീഡിലാണ് ഒരു ഇൻവെസ്റ്റർ ശരിക്കും അവരുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യേണ്ടത്? അപ്പോൾ ഈ റിവ്യൂയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു പല ഇൻവെസ്റ്റേഴ്സും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പലപ്പോഴും അതിനെ റിവ്യൂ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ടാണ്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് ഏത് പീരീഡിലാണ് ചെയ്യേണ്ടതെന്ന് സാർ ഒന്ന് പറയാമോ? ഞാൻ ഈ പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ സെഷൻസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ലിജിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ലിജിലിന്റെ പീരീഡിൽ ഹീറോ ഹോണ്ടയുടെ അങ്ങനെ ഒരു ആഡ് ഉണ്ടായിരുന്നു എന്നറിയില്ല. ഞാനൊക്കെ TV കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഹീറോ ഹോണ്ടയുടെ ഒക്കെ തുടക്കത്തിൽ പരസ്യം വന്ന സമയത്ത് അവരുടെ മോട്ടോർ സൈക്കിളിന്റെ പരസ്യത്തിൽ പറയുന്നുണ്ട് ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറയും. അന്ന് 82 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ക്യാമ്പയിൻ നല്ല വളരെ കാച്ചി ആയിട്ടുള്ള ക്യാമ്പയിൻ. പലരും ഇൻവെസ്റ്റ്മെന്റ്സിന് ലിജിലി പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെന്റ്സിനെയും കാണുന്നത് അങ്ങനെയാണ്. ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ആവശ്യം വരുമ്പോൾ നോക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്റ്റ് ഫോർ ബാങ്ക് ഡെപ്പോസിറ്റ്, നിങ്ങളൊരു ഫിക്സഡ് ഡ്യൂറേഷന് കോൺട്രാക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റിന് കോൺട്രാക്ട് ചെയ്തിട്ടുള്ള സാധനം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ വളരെ ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റിലാണ്, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സെബി ചീഫ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു സ്മോൾ ആൻഡ് മീഡിയം ക്യാപ് സ്റ്റോക്സിന്റെ ഇതിനെക്കുറിച്ചിട്ടും സ്മോൾ ആൻഡ് മീഡിയം മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. അതിനുശേഷം ആ സ്മോൾ ക്യാപ് ആൻഡ് മീഡിയം ക്യാപ് ഫണ്ട്സിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കോവിഡ് വന്നപ്പോൾ ദർ ഹാസ് ബീൻ ഒരു 30% കറക്ഷൻ ഉണ്ടായി മാർക്കറ്റിൽ. അതല്ലെങ്കിൽ ഉക്രൈൻ വാർ വന്നു. ഇതൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ എസ്പെഷ്യലി നിങ്ങൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിലേക്കോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിലേക്കോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഈ രാജ്യത്തുള്ളതും പുറത്തുള്ളതുമായ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പീരിയോഡിക്കലി നമ്മൾ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്ത് മാറ്റാൻ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ലോങ് ടേമിൽ നമുക്ക് റിട്ടേൺസ് തന്നു എന്ന് വരില്ല, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ റിട്ടേൺസ് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ്സാക്കും. അപ്പോൾ ഏത് പീരിയോഡിസിറ്റിയിൽ നമ്മളിത് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം മിനിമം once in 6 months എങ്കിലും ചെയ്യണം. once in 3 months നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എവറി ക്വാർട്ടർലി നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. ഈ ക്വാർട്ടർലി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ നമ്മളുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നോക്കിയാൽ കമ്പനികളുടെയൊക്കെ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ക്വാർട്ടർലി ബേസിസിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടെ ഒരു കറക്റ്റായിട്ടുള്ള ഇവാലുവേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യമെങ്കിലും റിവ്യൂ ചെയ്യാൻ പറ്റിയാൽ ഐ വുഡ് സേ ദാറ്റ് ഈസ് ബെസ്റ്റ്. അത് പറ്റണില്ലേ once in 6 months ചെയ്യുക. ഇത് നടക്കണില്ലെങ്കിൽ once a year ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. 12 മാസം എന്നൊക്കെ പറയുന്നത് ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ ഏത് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വളരെ നല്ലൊരു ശതമാനം ബാങ്ക് ഡെപ്പോസിറ്റ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ once in a year റിവ്യൂ ചെയ്താലും കുഴപ്പമില്ല. അതേസമയം നിങ്ങൾ വളരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ടോട്ടൽ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ ഒരു 60 to 70% ഡയറക്റ്റ് ആയിട്ട് ഇക്വിറ്റി മാർക്കറ്റ്സിലാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കീപ്പ് ഓൺ റിവ്യൂയിങ് ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. കാരണം ഇക്വിറ്റി മാർക്കറ്റ്സ് അത്രയും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ മൈറ്റ് ബി ആൻഡ് അഗെയിൻ അവിടെ നിങ്ങളുടെ റിസ്ക് ഫിലോസഫിയും നിങ്ങളുടെ ടൈം ഹൊറൈസൺസും ഡിഫൈൻ ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ ട്രേഡേഴ്സിൻ്റെ കേസ് നിങ്ങൾക്കറിയാം, അവർ രാവിലെയും വൈകുന്നേരവും ഒന്നും മാത്രമല്ല മൈറ്റ് ബി ഓരോ മണിക്കൂറിലോ ഓരോ മിനിറ്റിലോ വരെ റിവ്യൂ ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്, അത്രയ്ക്ക് അഗ്രസീവായിട്ട്. അങ്ങനെ നിങ്ങളൊരു ട്രേഡർ അല്ല, നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ദെൻ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ബേസിസിൽ നിങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എൻറ്റയർ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സിൽ ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് ഫോർമുല നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും.
ഞാൻ നേരത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫിലോസഫിയിലും പറഞ്ഞു, കസ്റ്റമറുടെ റിസ്ക്, ഇൻഡിവിജ്വലിന്റെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് റിസ്ക്കുമായിട്ടും ടൈം ഫ്രെയിമുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ത് പീരിയോഡിസിറ്റിയിൽ റിവ്യൂ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു തമ്പ് റൂൾ പറയാനാണെങ്കിൽ ഐ വുഡ് സേ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months റിവ്യൂ ചെയ്യുന്നതാണ് നല്ലത്. അണ്ടർസ്റ്റുഡ് സാർ. എനിക്ക് തോന്നുന്നു 3 months എങ്കിലും 3 months കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്യണം സാർ പറയുന്നല്ലേ, അറ്റ്ലീസ്റ്റ് ഈ ഓൺ എൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സ്കെയിൽ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കി അത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ഇമ്പോർട്ടൻറ്റ്. സാർ നേരത്തെ പറഞ്ഞു ഒരാൾ ഇക്വിറ്റിയിലുള്ള എക്സ്പോഷറിനനുസരിച്ച് പല ആൾക്കാർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവർ ഇത് റിവ്യൂ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ആണ്. പലപ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഏറ്റവും പ്രിഫേർഡ് ചോയ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഒക്കെ ആയതുകൊണ്ട് സബ്സ്റ്റാൻഷ്യലി വെൽത്ത് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ്സിലാണെങ്കിലും ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഓപ്ഷൻസിലാണെങ്കിലും. അവർ ഒരു റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ, കാരണം അവരുടെ എൻറ്റയർ റിസ്ക് ടുവേർഡ്സ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഈ മാർക്കറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു റിസ്ക് മാനേജ്മെന്റ് ടൂൾ ആയിട്ട് എന്താണ് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇതിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ ടു വൺ ബാസ്ക്കറ്റ്. അപ്പം ബേസിക്കലി ഞാനതാ പറയാ, നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇപ്പോൾ ചില തമ്പ് റൂൾസ് അഗെയിൻ പറയാനാണെങ്കിൽ സാധാരണ പറയാം, ഒരാളുടെ ഇക്വിറ്റി എക്സ്പോഷർ എന്ന് പറയുന്നത് അയാളുടെ 100 മൈനസ് അയാളുടെ ഏജ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതൊരു തമ്പ് റൂളാണ് കേട്ടോ. ആ തമ്പ് റൂൾ അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 50 വയസ്സായെങ്കിൽ 50% ഓഫ് യുവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഓർ യുവർ അസറ്റ്സ് ക്യാൻ ബി ഇൻ ഇക്വിറ്റി. അത് നിങ്ങൾക്ക് 50 പകരം 40 ആണെങ്കിൽ 60 ആവാം. അതായത് വിച്ച് മീൻസ് നിങ്ങൾ 25-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 75% വരെ ഇക്വിറ്റിയിൽ ഇടാം. 75 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ അത് കുറച്ച് 25%. ഇതിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി അത് തമ്പ് റൂൾ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് കൂടുന്നതനുസരിച്ച് പൊതുവെ ഒരാളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് കുറയും, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കുറയും, അയാൾക്ക് റിക്കവർ ചെയ്ത് വരാനുള്ള ടൈം ഫ്രെയിം കുറയും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് തമ്പ് റൂളാണ്. അഗൈൻ ഞാൻ വീണ്ടും പറയണു, സ്ട്രൈറ്റ് ജാക്കറ്റ് ഫോർമുലാസ് ഒന്നുമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓൾ അസറ്റ്സ് ഷുഡ് നോട്ട് ബി ഇൻ വൺ ബാസ്ക്കറ്റ്. പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തെ വേരിയസ് അസറ്റ് ക്ലാസസിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ ഈ 20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 20 കൊല്ലവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് നിങ്ങൾ കാണില്ല. ചില കൊല്ലങ്ങളിൽ ഇക്വിറ്റി ആയിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടാവുക, ചില കൊല്ലങ്ങളിൽ കമോഡിറ്റി ആയിരിക്കും, ചില കൊല്ലങ്ങളിൽ ഗോൾഡ് ആയിരിക്കും, ചില കൊല്ലങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും, ചില കൊല്ലങ്ങളിൽ വേറെ പുതിയ അസറ്റ് ക്ലാസ്സസിലുള്ള ബിറ്റ് കോയിൻസ് ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐഡിയൽ ഒപ്റ്റിമം റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഷുഡ് ബി വെൽ ഡൈവേഴ്സിഫൈഡ്. എല്ലാ കൊല്ലങ്ങളിലും ഈ പറഞ്ഞ മാതിരി ഇക്വിറ്റിയിൽ ആണ് മാക്സിമം റിട്ടേൺ കിട്ടിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് അഗെയിൻ വുഡ് ബി എ റോങ് നോഷൻ. ചില പീരിയഡ്സിൽ ഫിക്സഡ് ഡെറ്റിൻ്റെ റിട്ടേൺസ് പോലും കിട്ടാത്ത ടൈം ഫ്രെയിംസ് ഉണ്ടായിട്ടുണ്ട് ഇക്വിറ്റിയിൽ. ഇക്വിറ്റി മാർക്കറ്റ്സിനെ ട്രാക്ക് ചെയ്യുന്നവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ബേസിക്കലി ചെയ്യേണ്ട ഒരു ഫാക്ടർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഇത് അഗെയിൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിൻ്റെ ടൈം ഫ്രെയിമുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇതിന് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പം നിങ്ങൾക്ക് ഏപ്രിൽ 2020 ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടായിരുന്നു. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ട് ഒരു കൂട്ടി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 2020 നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാർച്ച് 2020 വരെ വിഡ്രോ ചെയ്യാണ്ട് ഏപ്രിൽ 2020 വിഡ്രോ ചെയ്യാൻ പോയതെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു ഫെബ്രുവരിയിലൊക്കെ മൈറ്റ് ബി ഒരു 1 കോടി രൂപ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏപ്രിലേക്ക് അതൊരു 70 ലക്ഷമോ 65 ലക്ഷമോ ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ പീരീഡ് പറഞ്ഞതെന്ന് വെച്ചാൽ കോവിഡിൻ്റെ ടൈം ആയിരുന്നു. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞിട്ട് ഇക്വിറ്റി മാർക്കറ്റ്സ് സഡൻലി ക്രാഷ് ചെയ്തു. 100% ഇക്വിറ്റി എക്സ്പോഷർ എടുത്ത ഒരാൾ അതിൽ നിന്ന് തീരെ വിഡ്രോ ചെയ്യാണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഫെയിൽ ടു മീറ്റ് ദി ഫിനാൻഷ്യൽ ഗോൾ. ബേസിക്കലി എനി ഇൻവെസ്റ്റർ അയാൾക്ക് ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ടെങ്കിലും കുറവാണെങ്കിലും പോലും ഈ ഒരു തമ്പ് റൂള് ഓൾ എക്സ് ഇൻ ടു വൺ ബാസ്ക്കറ്റ് പാടില്ല എന്നുള്ളൊരു തമ്പ് റൂൾ ഫോളോ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ആക്ച്വലി ഹെൽപ്പിംഗ് ഹിം എ ലോട്ട്. എനിക്കൊന്ന് സർ പലപ്പോഴും പല ആൾക്കാരും ആ ലാർജ് ഹൊറൈസൺ കണ്ടിട്ടില്ല. കുറേ ആൾക്കാരെല്ലാം എനിക്കൊന്ന് പോസ്റ്റ് കോവിഡ് ഇൻവെസ്റ്റർ സെഗ്മെന്റിലേക്ക് വന്ന ആൾക്കാരാണ്. അവർ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റ്സ് ആണ് ഏറ്റവും ഹൈ പെർഫോമിങ്. അപ്പോൾ അവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഓക്കെ എന്തിനാ ഞാൻ വെറുതെ വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ദിസ് ഈസ് ഗിവിംഗ് മീ ദ ഹയസ്റ്റ്. അപ്പോൾ എല്ലാം അതിലേക്ക് അങ്ങനെ ഒരു ടെൻഡൻസി കൂടുതലുണ്ട്. സാർ പറഞ്ഞ പോയിന്റ് എനിക്ക് തോന്നുന്നു ഭയങ്കര വാലിഡ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ. ബിക്കോസ് യു ഹവ് സീൻ ദ ഹൊറൈസൺ, ലൈക്ക് എല്ലാ പീരീഡും മാർക്കറ്റിലുണ്ടെന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ഷോയിലും പറയുന്ന ഒരു കാര്യം. സാർ ഇനി നമ്മുടെ ഒരു ലാർജർ ഓഡിയൻസിന് നമുക്കൊന്ന് ഒരു തമ്പ് റൂൾ പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം സാർ. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു 50,000 പെർ മന്ത് ഏൺ ചെയ്യുന്നു. ഇപ്പോൾ സാർ പറഞ്ഞു പല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ 50,000 ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് സ്പെൻഡും ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും സാർ നമ്മളിത് ഒരു തമ്പ് റൂൾ പോലെ അല്ലെങ്കിൽ ഒരു
ഒന്നും അധികം ചിന്തിക്കാതെ അവർക്ക് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, എങ്ങനെ അവർക്ക് എത്ര സ്പെൻഡ് ചെയ്യണം, എത്ര സേവ് ചെയ്യണം, അതിന് എത്ര ഇൻവെസ്റ്റ്മെന്റിലേക്ക് പുൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു തമ്പ് റൂൾ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇതിൽ ബേസിക്കലി ശരിക്കും രണ്ട് രീതിയിൽ ഞാൻ പറയാം. ഒന്ന്, ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ആംഗിളിൽ ഞാൻ അതിനെ ആദ്യം ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത്രയും ഡെപ്തിൽ പോകാൻ താല്പര്യപ്പെടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു തമ്പ് റൂൾ പറയാം. പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ആംഗിളിൽ ആണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 50,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാവും. ഇത് 50,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടതാണ്. ഇപ്പം 50,000 രൂപയുടെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടായാൽ ആ ഫാമിലി ബഡ്ജറ്റിനെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് ആക്ച്വലി നീഡ്സ് ഉണ്ടാവും, വാണ്ട്സ് ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നീഡെന്ന് പറയുന്നത് ആക്ച്വലി ബേസിക് നെസസിറ്റീസ് ആണ്. ഫുഡ്, സ്കൂളിങ്, ക്ലോത്തിങ്, അങ്ങനെയുള്ള ഹ്യൂമൻ ബേസിക് നെസസിറ്റീസ് ആണ്. സെക്കൻഡ് ഓപ്ഷണൽ ആയിട്ടുള്ള സാധനമാണ്, വാണ്ട് ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം, നീട്ടിവെക്കാം, അങ്ങനത്തെ സാധനങ്ങളാണ്. മൂന്നാമത്തേത് വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും എവിടെയാണ്, ആരാണ് വേസ്റ്റ് ചെയ്യണം? ഞാനൊന്നും വേസ്റ്റ് ചെയ്യാറില്ല, ഞാൻ വളരെ നോക്കിയും കണ്ടുമാണ് ചിലവാക്കുന്നതെന്ന്. ഇവിടെ 1-2 കണക്കുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മലയാളി ലോട്ടറി എടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ഏതാണ്ട് 60,000 കോടി രൂപയാണ്. അതായത് ഒരു കൊല്ലം ഏതാണ്ട് 10-12,000 കോടി രൂപ ലോട്ടറി എടുക്കാനായിട്ട് നമ്മൾ മലയാളികൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മലയാളികളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ AUM ഇത്രയും നാൾ കൊണ്ടുള്ള AUM നോക്കിയാൽ ഇതിനേക്കാളും താഴെയാണ്. അപ്പം ഞാൻ പറയുന്നത്, അപ്പൊ ആ വേസ്റ്റിന്റെ ഡെപ്ത് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഫാമിലി ബഡ്ജറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സേവിങ്സിനുള്ള ഒരു ഭാഗം കിട്ടും. 2, നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എന്തൊക്കെയാണ് ഗോൾസ് വേണ്ടത്, എന്താണ് എൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ്, ഏത് ടൈം ഫ്രെയിമിൽ ഇത് അച്ചീവ് ചെയ്യണം, അപ്പോൾ അതനുസരിച്ചിട്ട് എത്ര രൂപ വീതം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഗോൾ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് സേവിങ്സും, 2 ത്രിഫ്റ്റും ആണ്. ഇതിൽ സേവിങ്സ് എന്ന് പറയുന്നത് 50,000 രൂപ കിട്ടുന്ന ആള് അയാളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ചെലവാക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് ബാക്കി ഒരു 10,000 രൂപ കിട്ടി. അയാൾക്ക് വേണ്ട എല്ലാ ആഴ്ചയിലും സിനിമയ്ക്ക് പോയി, മാസത്തിൽ 3-4 പ്രാവശ്യം ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, ടൂറ് പോയി, ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് 10,000 രൂപയുണ്ട്. ദാറ്റ് ഈസ് ഈ സേവിങ്സ് ആക്ച്വലി. അതേസമയം ത്രിഫ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് അടുത്ത 20 കൊല്ലം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യണം. അപ്പോൾ എല്ലാ മാസവും ഒരു 15,000 രൂപ വെച്ചിട്ട് എൻ്റെ റിട്ടയർമെന്റ് കോർപ്പസിലേക്ക് ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു SIP സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 50,000 രൂപ കിട്ടുന്നതിൽ നിന്ന് ആദ്യം 15,000 രൂപ അങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് 30,000 രൂപയിലേക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനെ അങ്ങോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിങ് ബഡ്ജറ്റിനെ അങ്ങ് ചുരുക്കും. അതാണ് ത്രിഫ്റ്റ്. ആൻഡ് ഇവിടെ മലയാളികൾക്ക്, അല്ലെങ്കിൽ മലയാളികൾ എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല, പല ആളുകൾക്കും ഇല്ലാത്ത ഒരു കോൺസെപ്റ്റ് പോലും അതാണ്. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുക എന്നൊരു ചിന്താഗതിയിലാണ് പലരും പോകുന്നത്. പക്ഷേ ഐഡിയലി ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആംഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഗോൾസ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് വർക്കൗട്ട് ചെയ്ത് ത്രിഫ്റ്റിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ആദ്യം ആ എമൗണ്ട് നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസിന് മാറ്റിവെച്ച് ബാക്കി സ്പെൻഡ് ചെയ്യാന്നാണ് ഞാൻ പറയുക. അതാണ് ജനറൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് മോഡലിൽ പോകുമ്പോൾ ചെയ്യുക. ഇനി ലിജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിട്ടുള്ള തമ്പ് റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും 50-30-20 എന്നൊരു തമ്പ് റൂൾ പറയാറുണ്ട്. അതായത് 50% ഞാൻ ഈ ആദ്യം പറഞ്ഞ നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് പോകും, 30% നിങ്ങളുടെ വാണ്ട്സിന് വേണ്ടിയിട്ട് പോകും, 20% നിങ്ങളുടെ സേവിങ്സിലേക്കായിട്ട് പോകും. അവിടെ വേസ്റ്റ് അല്ല, ആ 20% നമ്മളുടെ സേവിങ്സിലേക്കായിട്ട്, നമ്മളുടെ ഈ ഫിനാൻഷ്യൽ ഗോൾസിനായിട്ട് പോകും. ഇതാണ് ജനറലി ഒരു തമ്പ് റൂൾ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഒരു 10,000 രൂപ സേവിങ്സിലേക്ക് പോകും, ബാക്കി ഈ പറഞ്ഞ രീതിയിൽ സ്പെൻഡ് ചെയ്യും. എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് എന്നുള്ളൊരു കണക്കെടുക്കാമല്ലേ സാർ? അത്രയെങ്കിലും അവർ ചെയ്യണം എന്നുള്ളൊരു തമ്പ് റൂളായിട്ട് നമുക്ക് എടുക്കാം. അതിന് മുകളിൽ എന്തും നല്ലതായിരിക്കും അല്ലേ സാർ? കറക്റ്റ്. എനിക്കൊന്ന് അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാർ. എനിക്കൊന്നു ആൾക്കാർ പലപ്പോഴും സാർ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയാണ് ചിന്തിക്കുന്നത് തന്നെ അതിന് ശേഷമാണ്. ഓക്കെ, അയ്യോ എനിക്കെങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, എനിക്ക് ചിലവ് തീർക്കാൻ പോലുള്ള കാശില്ലല്ലോ. എന്നാൽ എനിക്കൊന്ന് സാർ നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു ഭയങ്കര റെലവൻ്റ് ആയിട്ട് വരുന്ന അവിടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവർക്കൊരു ഐഡിയ തന്നെ ഇല്ല ഇതെങ്ങനെയാണ് അവരുടെ ചിലവ് വരുന്നത്, മെഷർ ചെയ്യണമല്ലോ ടു ഡിസൈഡ് ഓൺ ഹൗ മച്ച് ടു ഇൻവെസ്റ്റ് എന്നൊക്കെ ഉള്ളത്. വെരി ഗുഡ് സർ. സർ നമുക്കിനി വേറൊരു ടോപ്പിക്കിലേക്ക് പോകാം സർ. ഇൻ ടേംസ് ഓഫ് നമ്മൾ ഒരുപാട് IPO കാണുന്ന ഒരു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആണ് പോസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാരെല്ലാം IPOനെ അപ്രോച്ച് ചെയ്യുന്നത് IPO കഴിഞ്ഞ് അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻസ് ആണ് പല ആൾക്കാരുടെയും എയിം ഫോർ ഗോയിങ് ഫോർ IPO. സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു അപ്രോച്ചിൽ? ലിസ്റ്റിംഗ് ഗെയിൻ ആണോ IPO നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്?
അഗൈൻ നമ്മൾ നോക്കേണ്ടത്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു പോസ്റ്റ് കോവിഡ് സെനാരിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 1 ഇയറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ, വളരെ മുന്നേ, ഒരു ഏർലി 90s IPO സെനാരിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ IPOക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ലിസ്റ്റ് ചെയ്യുമ്പം ഡിസ്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ 90s മാത്രമല്ല, ഞാൻ 90s പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്റ്റോക്ക് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ടൈമാണ്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരുന്നു. അപ്പം ഒരുപാട് പേര് ഹൈ അമൗണ്ട്സിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ടിൽ വന്നിട്ട് ഈവൺ 100% സബ്സ്ക്രിപ്ഷൻ പോലും ആവാത്ത സിറ്റുവേഷൻസ് ഒക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ റെഗുലേഷൻസ് ഒക്കെ മാറിയോണ്ട് അതിനുള്ള ചാൻസസ് ഒക്കെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ്. അഗെയിൻ ഞാൻ പറയുന്നത്, ഒരു ഇപ്പോഴത്തെ സെനാരിയോ വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി IPOs ആർ ലിസ്റ്റഡ് അറ്റ് എ വെരി ഗുഡ് പ്രീമിയം. അപ്പോൾ ഒരു ക്വിക്ക് മണി നോക്കിയിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ആ ക്വിക്ക് മണി ഉണ്ടാക്കി ആ എമൗണ്ട് വിഡ്രോ ചെയ്ത് അടുത്ത IPOയ്ക്ക് എടുത്ത്, അതായത് നിങ്ങളുടെ ആ ഒരു, ഞാൻ പറയാം, ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ബിൽഡ് ചെയ്യുന്ന ഒരു ആംഗിളിൽ നോക്കിയാൽ ഈ പറയുന്ന മാതിരി ഇന്ന് ഞാൻ IPOയ്ക്ക് ഇട്ടു, 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് IPO അലോട്ടഡ് ആയി, 10,000 രൂപ ഇട്ടത് ലിസ്റ്റ് ചെയ്തപ്പോൾ 80,000 രൂപ കിട്ടി, ആ 80,000 രൂപ വെച്ച് അടുത്ത IPOയ്ക്ക് അപ്ലൈ ചെയ്തു. ഇങ്ങനെ പോകുന്ന ഒരു സൈക്കിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അത് ഒരു, ഞാൻ എന്താ പറഞ്ഞ, ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ക്രിയേഷൻ നടക്കുന്ന ഒരു സൈക്കിളായിട്ടാണ് ഇപ്പോഴത്തെ IPO ഫിനോമിനെ കാണേണ്ടത്. പക്ഷേ ഇതിനൊരു ടൈം ഫ്രെയിം വെച്ച് നോക്കിയാൽ ദർ ഇസ് എ ഡിഫറെൻറ്റ്. അപ്പം പല IPOസും നിങ്ങൾ നോക്കിയാൽ, ഈവൺ ഈ അടുത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പല IPOസും നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഡേയിലുള്ള പ്രൈസിനേക്കാളും ഒരുപാട് പിന്നെയും മുകളിലേക്ക് പോയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദർ ആർ വെരി ഫണ്ടമെന്റലി ഗുഡ് സ്റ്റോക്സ്. അപ്പം ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളൊരു ട്രേഡർ ആയിട്ടാണോ വരുന്നത് അതോ ഒരു ഇൻവെസ്റ്റർ ആയിട്ടാണോ വരുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങൾ IPOയ്ക്ക് ഏത് സമയത്ത് എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. 20-25% റിട്ടേൺസ് അല്ലെങ്കിൽ മോർ ദാൻ 50% ലിസ്റ്റിംഗ് തന്നെ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ഹാം ഇൻ എക്സിറ്റിംഗ് ദാറ്റ്. കറക്റ്റ് സാർ. എനിക്ക് തോന്നുന്നു ആ റിട്ടേൺ നോക്കി അവർക്ക് അതിൻ്റെ അവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ചെയ്യുന്നതായിരിക്കും നല്ല എന്നുള്ളതാണ് സാർ. എനിക്കും സാർ ബാങ്കർ ആയതുകൊണ്ട് എനിക്കും നമ്മുടെ ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സാറിനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് ചോദിക്കുന്നത്, വിച്ച് ഈസ് ഓൺ ക്രെഡിറ്റ് സ്കോർ. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലേ എനിക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാർ, ഈ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് ഒരു നല്ല രീതിക്ക് ബിൽഡ് ചെയ്യുന്നത്? അത് എനിക്ക് തോന്നുന്നു ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവണമെങ്കിൽ ലോൺ വേണം എന്നുള്ളതാണ് നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത ഒരാൾക്ക് ലോൺ എടുക്കാൻ പറ്റുമോ? എന്താണ് സാറിൻ്റെ ഒരു സജഷനും കൂടെ അറിയാനുണ്ട്, എങ്ങനെയാണ് ആൾക്കാർ ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്? ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വരുന്ന പല കോൾസും ആക്ച്വലി ഇതുമായിട്ടും കൂടി ബന്ധപ്പെട്ടതാണ്. എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ബാങ്കിങ്ങിൽ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ന്യൂ ടു ക്രെഡിറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ശരിക്കും ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ലോൺ കിട്ടില്ല എന്നുള്ള ഒരു വളരെ തെറ്റായ ധാരണ വളരെ പോപ്പുലറായിട്ട് ആളുകളുടെ ഇടയിലുണ്ട്, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തുടക്കത്തിലേക്ക് കിട്ടുന്ന ലോണൊക്കെ വലിച്ചുവാരി എവിടെന്നെങ്കിലുമൊക്കെ എടുക്കുക എന്നുള്ള ഒരു പോളിസിയിൽ പോലും പലരും പോകുന്നുണ്ട്. ആൻഡ് ഒരുപാട് പേര് ഈ പറയുന്ന ഓൺലൈൻ തട്ടിപ്പിനൊക്കെ ഇരയാവുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അവിടെ അവർ മിനിമം ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് അവർ ഇമീഡിയറ്റ്ലി ലോൺ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ പോയി എളുപ്പമെന്നുള്ള രീതിയിൽ പോലും ഓൺലൈനിൽ ലോൺ എടുക്കുന്ന ആളുകളുണ്ട്. ആ ധാരണ ടോട്ടലി തെറ്റാണ്. ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്ന് വിചാരിച്ചിട്ട്, അതായത് മീൻസ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബാങ്കിന് ലോൺ തരാണ്ടിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടില്ല. അപ്പം നമുക്ക് സ്കോറാണ് ഇമ്പോർട്ടൻറ്റ്. സ്കോർ എന്ന് പറയുന്നത് ഏത് സ്കോർ, ഇപ്പോൾ ബാങ്കുകൾ അനുസരിച്ചിട്ടും പ്രോഡക്റ്റ് അനുസരിച്ചിട്ടും സെക്യൂരിറ്റി നിങ്ങൾ കൊടുക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാം. പക്ഷേ ഒരു 900 ഓവറോൾ സ്കോർ വെച്ചിട്ട് നോക്കാനാണെങ്കിൽ ആ 900 ഓവറോൾ സ്കോറിൽ 700+ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്കോറായിട്ട് ട്രീറ്റ് ചെയ്യും. 750, 800 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ കൺസെഷൻസ് അങ്ങനെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ക്രെഡിറ്റ് സ്കോർ അല്ലാത്ത ആളുകൾക്ക്, നിങ്ങൾ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ഇല്ലാത്ത ഒരാൾക്ക് -1 ആണ് സ്കോറായിട്ട് കാണിക്കുക. അപ്പം -1 എന്ന് പറയുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ ബാങ്കുകാർക്ക് ഉടനെ മനസ്സിലാവും ഇയാൾക്ക് ഇതേവരെ ഒരു ലോൺ എടുത്തിട്ടില്ല, ഒരു സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ ഇൻഡിപെൻഡൻ്റ്ലി ഇപ്പം നിങ്ങളുടെ ഇൻകവും ഹിസ്റ്ററിയും എല്ലാം നോക്കിയിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ട് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരും. അതേസമയം നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട് 450, 500 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് റീപേയ്മെൻറ്റ് ഹിസ്റ്ററീസ് വളരെ മോശമായിരുന്നു. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ക്രെഡിറ്റ് സ്കോർ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ലോൺ കിട്ടും എന്നുള്ള ഒരു ധാരണയും കൂടി ഉണ്ട്. അതും ശരിയല്ല. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ബാങ്കുകളുടെ ക്രെഡിറ്റ് അപ്രൈസലിൻ്റെ ഒരു പാരാമീറ്റർ മാത്രമാണ്. അതിൻ്റെ ഒപ്പം വേറെ പല പാരാമീറ്റേഴ്സും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നോക്കുക. ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സാധനം, നിങ്ങളുടെ കഴിഞ്ഞ 3 കൊല്ലത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചില ആളുകൾക്ക്, എസ്പെഷ്യലി ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് 1-2 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞ സാഹചര്യത്തിൽ പല ആളുകൾക്കും കോവിഡ് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ
ഡിഫോൾട്ട്സ് ഉണ്ടാവും. ചെറിയ പീരീഡ് 30 days ഡിഫോൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 60 days ഡിഫോൾട്ട് ഉണ്ടാവും. NPA ആയിട്ടുണ്ടാവില്ല, പക്ഷേ ഡിഫോൾട്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അവരുടെ ക്രെഡിറ്റ് സ്കോർ താഴെ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതൊരു ടെമ്പററി ഫേസ് ആയിരുന്നു. കോവിഡ് വന്നു, ആ സമയത്ത് ജോലി പോയി, അപ്പോൾ അവർക്ക് ആ സമയത്ത് ഹൗസിംഗ് ലോൺസോ അല്ലെങ്കിൽ വേറെ പേഴ്സണൽ ലോൺസോ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് വേറെ ജോലി കിട്ടിയിട്ടുണ്ട്, പണ്ടത്തെക്കാളും നല്ല ജോലിയോ അല്ലെങ്കിൽ അത്ര തന്നെയുള്ള ജോലിയോ ഒക്കെ കിട്ടി. അവർ പണ്ടുണ്ടായിരുന്ന അരിയസൊക്കെ അടച്ചു കഴിഞ്ഞു. എന്നാലും അവരുടെ സ്കോർ താഴെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി സിവിൽ സ്കോർ കുറവാണെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോൺ തരില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ഡീവിയേഷൻ മാട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബാങ്കിലെ ക്രെഡിറ്റ് ഓഫീസറോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, ഇത് ഈ പീരീഡ് ഓക്കെ ജനുവരി 2021 മുതൽ ഏപ്രിൽ 2021 വരെ എനിക്ക് കോവിഡ് കഴിഞ്ഞിട്ട് ജോലി ഉണ്ടായില്ല, ഈ 4 മാസം എൻ്റെ ലോൺസ് അതുകൊണ്ട് എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏപ്രിലിൽ ജോലി കിട്ടിയപ്പോൾ തൊട്ടിട്ട് അടുത്ത 6 മാസം കൊണ്ട് ഞാൻ എൻ്റെ എൻ്റയർ അരിയേഴ്സ് അടച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ എല്ലാ റീപേയ്മെൻറ്റ്സും പക്കയാണ്. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തി നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലോൺസ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് എസ്പെഷ്യലി പേഴ്സണൽ ലോൺസ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റമാണ് പ്രോസസ്സ് ചെയ്യണം. മാനുവൽ ഇൻ്റർവെൻഷൻ ഫസ്റ്റ് ഫേസിൽ ഉണ്ടാവില്ല. എന്നിട്ട് സിസ്റ്റം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിജക്റ്റ് ചെയ്തതിൻ്റെ റീസൺസ് വെച്ചിട്ട് യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു ഡീവിയേഷൻ മാട്രിക്സ് വഴിക്ക് അപ്രൂവൽ എടുത്തിട്ട് ലോൺ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും വീണ്ടും റിജക്റ്റ് ആയി കഴിയുമ്പോൾ അപ്രോച്ച് ചെയ്യാണ്ട്, ഈ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യാണ്ട് ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയിട്ട് കിട്ടുന്ന പലിശയ്ക്കൊക്കെ ലോൺ എടുത്ത് ആ ട്രാപ്പിൽ പെടുന്നത്. സർ, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്രെഡിറ്റ് കാർഡാണ് ഒരു നല്ല ഒരു ക്രെഡിറ്റ് ഓപ്ഷൻ? കാരണം എല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ലൈക്ക് ഇൻ ടേംസ് ഓഫ് പ്ലാനിങ് ദെയർ ഫിനാൻസസ് ടു ബിഗിൻ വിത്ത്, അതും ഒരു എല്ലാവരുടെയും ഒരു ക്വസ്റ്റൻ ആണ്. ലിജിൽ, അഗെയിൻ ഗുഡ് ദാറ്റ് യു റേസ് ദ പോയിന്റ്. ആക്ച്വലി ഞാൻ പറയാ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നും ഉണ്ടല്ല. യു ലുക്ക് അറ്റ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. നിങ്ങൾക്ക് കൺവീനിയൻസ് ആംഗിളിൽ ക്രെഡിറ്റ് കാർഡ് വളരെ കംഫർട്ടബിൾ ആണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡിഫോൾട്ടിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനിവെയർ ബിറ്റ്വീൻ 36 to 42%. അപ്പോൾ ഒരു അത് ഹാവിങ് സെഡ് ദാറ്റ് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് എക്സ്പോഷേഴ്സ് കൂടി വരികയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സീരിയസ് കോസ് ഓഫ് കൺസേൺ. RBI തന്നെ ഫ്ലാഗ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള 1-2 ഇഷ്യൂസിലുള്ള ഒരു സാധനമാണത്. നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയണു, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ലോണിന് ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴേ അതിനായിട്ടൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് ആവശ്യമില്ലാത്തൊരു ലോൺ എടുത്ത് അത് ആവശ്യമില്ലാത്ത കുറേ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന, പറ്റുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കുറച്ച് കഴിയുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആംഗിളിൽ ലോൺ എടുത്ത് കാർ മേടിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നിങ്ങൾ, ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ലോൺ വേണം, കാർ എടുക്കാനായിട്ടൊരു ലോൺ വേണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതെങ്ങനെയെങ്കിലും കൊണ്ട് നടന്ന് അത് എവിടെയെങ്കിലും ഡിഫോൾട്ട് വന്നൊക്കെ പോകുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് 3 കൊല്ലത്തേക്ക് നിങ്ങൾ കാർ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി അത് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് സേവ് ചെയ്ത് 3 കൊല്ലം കഴിയുമ്പം മേടിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ക്രെഡിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അഡ്വേഴ്സ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പുറത്തെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആവശ്യമുള്ള സമയത്ത് പോയാൽ ബാങ്കുകാർ ലോൺ തരും. ബാങ്കുകാർ ലോൺ തരാനിരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ബിസിനസ്സിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസവും എന്നെ ഒരാൾ വിളിച്ചിരുന്നു, 2 കൊല്ലം കഴിയുമ്പോൾ ആളുടെ മോൾക്ക് US കാനഡയിലേക്കോ എങ്ങാണ്ട് പോകണം, UK എങ്ങാണ്ട് പഠിക്കാൻ പോകണം. അപ്പോൾ ആ സമയത്ത് ഒരു ലോൺ വേണം. അപ്പം ഞാൻ, സാറേ ഇതേ ക്വസ്റ്റ്യൻ, ലിജിൽ ചോദിച്ച ഇതേ ക്വസ്റ്റ്യൻ, അപ്പം ഞാൻ ഇപ്പം മുതലേ എങ്ങനെ അതിനൊരു ഹിസ്റ്ററി ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം ദാറ്റ്സ് എ കോമൺ ഡൗട്ട്. പക്ഷേ ഞാൻ പറയുക, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അഫക്റ്റഡ് ആവാണ്ട് ഒരു ഡീസൻറ്റ് ലെവൽസിൽ കൊണ്ട് നടക്കുക. ഡീസൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സംവെയർ 750യുടെ മുകളിലൊക്കെ ആണെങ്കിൽ വളരെ സേഫാണ്. അപ്പോൾ ആ ലെവലിൽ കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ അതിനായിട്ട് ലോൺ എടുക്കുക. അതില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻകം പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ അസറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, പറ്റുന്നത് ലോൺ എടുക്കാണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയാറ്. എനിക്കൊന്ന് ഇതിന്റെ മുകളിലെല്ലാം ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ അല്ലേ ഒരു ലോൺ എന്ന് പറയുന്ന കാര്യത്തിൽ. താങ്ക് യു സാർ. അപ്പം ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. സാർ ഓൾറെഡി ബാങ്കിൽ ഇരുന്നിട്ടുണ്ട്, സാർ ഒരു കൺസൾട്ടിങ് ആംഗിളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് പ്ലാനിങ് ചെയ്യുമ്പോൾ പല ആൾക്കാർ ലൈക്ക് ഓക്കെ എല്ലാവർക്കും വെൽത്തി ആവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഫസ്റ്റ് തോട്ട് ടു ബിക്കം വെൽത്തി യു സ്റ്റാർട്ട് ബിസിനസ് എന്നുള്ളതാണ് ആദ്യത്തെ തോട്ട്. ഒരു റിച്ച് ആവാൻ ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ ഒരു ബിസിനസ്സുകാരനാവുക അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആവുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യല്ല എന്നുള്ള ഒരു തോട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാർ വളരെ സേഫ് ആയിട്ട്
നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്താലാണ് റിച്ച് ആവുക എന്നുള്ളത് തോട്ട് ഉണ്ട്. അപ്പോൾ സാറിന്റെ ഒരു തോട്ട് പ്രോസസ് എന്താ ഇതിൽ? വാട്ട് ഷുഡ് ബി ദ അപ്രോച്ച് ഫോർ പീപ്പിൾ? ഇതിൽ ആക്ച്വലി ബിസിനസ് തുടങ്ങിയാലാണ് റിച്ച് ആവുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ജോലി എടുത്താലാണ് റിച്ച് ആവുക എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക, നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറുപ്പം മുതലേ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാലാണ് നിങ്ങൾ റിച്ച് ആവുക എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ ഇവരാരും സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ അല്ല. ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുത്തു എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ റിച്ച് ആയിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വഴിക്കണം. അപ്പൊ ആ പ്രത്യേകിച്ച് നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അത് നേരത്തെ കൂട്ടി വളരെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ലോങ് ടേം കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ വെച്ച് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് ആ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നുള്ളത്. ഇനി ഇതിന്റെ വേറൊരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ്സിന്റെ ആവറേജ് റിട്ടേൺസ് ഒക്കെ എടുത്ത് നോക്കാനാണെങ്കിൽ, ഇൻഡെക്സിന്റെ റിട്ടേൺസ് തന്നെ എടുത്ത് നോക്കിയാൽ ഇറ്റ് വുഡ് ബി ഒരു ലോങ് ടേമിൽ മോർ ദാൻ 10 years ഒക്കെ എടുത്ത് നോക്കിയാൽ 15% ഒക്കെ അടുത്ത് ആവറേജ് ചെയ്യുന്ന റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ 2-3 മാസം മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് കറക്ഷന് മുമ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന്റെ റിട്ടേൺസ് അല്ലെങ്കിൽ പല മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ റിട്ടേൺസ് എടുത്ത് നോക്കിയാൽ 30% ഒക്കെ റിട്ടേൺസ് കൊടുത്തിട്ടുള്ള, അതായത് സിൻസ് ഇൻസെപ്ഷൻ. ചില ഫണ്ടുകളുണ്ട്, ഞാൻ ഒരു ഫണ്ടിന്റെയും പേരെടുത്ത് പറയുന്നില്ല, ചില ഫണ്ടുകളുടെ ഒരു ഈ അടുത്ത് വന്ന ഒരു ഫണ്ടിന്റെ ഒരു 21 years ആയ ഒരു ഫണ്ട് ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിന്റെ 21 years ആയ സ്കീമിന്റെ അവരുടെ റിട്ടേൺ സിൻസ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത് 21% ആയിരുന്നു. അതായത് 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ 21 കൊല്ലം മുന്നേ ഇട്ടിരുന്നെങ്കിൽ അതിപ്പോൾ 5.5 കോടി രൂപയാവുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല 10 ലക്ഷം രൂപ ആ സമയത്ത് ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും ഇത്രയും റിട്ടേൺസ് അല്ലെങ്കിൽ ഇത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പല ബിസിനസ്സുകൾ, ഞാനിപ്പം കൺസൾട്ടിങ് സൈഡിൽ ബിസിനസ്സിനുള്ള കൺസൾട്ടിങ് സൈഡിലും കൂടി ഉള്ളതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഇത് പറയാനാണെങ്കിൽ, ഈവൻ അതിന് മുന്നേ തന്നെ ബാങ്കിലിരിക്കുമ്പോൾ നോക്കിയാലും ഞാൻ അവിടുത്തെ ക്രെഡിറ്റ് മോണിറ്ററിങ്ങിന്റെ ഹെഡായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് പലരും സ്ട്രെസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ ഡിഫോൾട്ട്സ് വരുന്ന കേസുകളൊക്കെയാണ്. അപ്പോൾ പല ബിസിനസ്സുകൾക്കും നമ്മൾ ഈ പറയുന്ന 5% നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി, നെറ്റ് പ്രോഫിറ്റ് വിട്ടോളൂ, നിങ്ങളുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡോ റിട്ടേൺ ഓൺ ഇക്വിറ്റിയോ ഒന്നും ഈ പറയുന്ന 10% ഉള്ള ബിസിനസ്സുകൾ വളരെ ചുരുക്കമാണ്. ഞാൻ ബിസിനസ്സുകൾ മോശമാണെന്നോ ഒന്നുമല്ല പറയുന്നത്, പക്ഷേ ഏത് സെഗ്മെന്റ് ആണെങ്കിലും നിങ്ങൾ ഒരു ഭാഗത്ത് ബിസിനസ്, അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് ബിസിനസ്സിൽ നിങ്ങൾക്ക് 10% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് പ്ലോ ബാക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു എലമെന്റ് സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ അവിടെ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ബിൽഡ് ചെയ്യും. ഇപ്പുറത്ത് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യും. ഇനി എംപ്ലോയി ആണെങ്കിലും ഈ പറഞ്ഞ മാതിരിയാണ്, ഒരു ഭാഗത്ത് കൂടെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു പോർട്ട്ഫോളിയോ ഇപ്പുറത്ത് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ അവിടെയാണ് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ടു ഇൻവെസ്റ്റ് ഫ്രം എന്താണ് അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്നുള്ളത്. സാറിന്റെ ബിസിനസ് കൺസൾട്ടിങ് സൈഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പല ആൾക്കാരും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു 2 കാറ്റഗറി ഓഫ് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ മൊത്തം സേവിങ്സ് എടുത്ത് ഒരു ബിസിനസ് തുടങ്ങുന്നു. ഇങ്ങനെ കോർപ്പസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അതെടുത്ത് മൊത്തം ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ അവർ ഭയങ്കര പേടിയാണ്, റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് അവരൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 തരത്തിലുള്ള ആൾക്കാർക്ക്, അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരുടെ ഐഡിയാസ് എങ്ങനെയെങ്കിലും റിയാലിറ്റി ആക്കണം എന്നുള്ളത്. ബിസിനസ് ഐഡിയ ഉള്ള ആൾക്കാരാണ് അവർ. എങ്ങനെയായിരിക്കും അവർക്കൊരു കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു മെത്തേഡിൽ അവർക്ക് ഇതിൽ നിന്ന് ഒരു ബെറ്റർമെന്റിലേക്ക് പോകാൻ പറ്റും? എന്തായിരിക്കും സാറിന്റെ ഒരു തോട്ട് പ്രോസസ് അതിൽ? ഇതില് ഇപ്പൊ പലരും എൻ്റെ അടുത്ത് സ്റ്റാർട്ടപ്പ് ഐഡിയാസുമായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഈ പറഞ്ഞ മാതിരിയാണ്, ചിലര് സ്പെഷ്യലി എംപ്ലോയ്മെന്റിൽ ഉണ്ടായിട്ട് ആൻഡ് മോസ്റ്റ്ലി ടെക്നിക്കൽ IT ഫീൽഡിൽ നിന്ന് കുറെ നാള് ഏതെങ്കിലും കമ്പനിയിലൊക്കെ സെർവ് ചെയ്തിട്ട് അവിടുന്ന് അത്യാവശ്യം നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി ഈ സേവിങ്സുമായിട്ട് പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഐഡിയ മാത്രമുണ്ട്, കാശില്ലാണ്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഇതിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിയ ഉണ്ടെങ്കിലും ആ ഐഡിയയെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്ര ഒരു എഫേർട്സ് പലപ്പോഴും ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ ഐഡിയക്ക് മാർക്കറ്റിൽ ആക്സെപ്റ്റൻസ് ഉണ്ടോ? 1. 2, മാർക്കറ്റിൽ ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു സ്കെയിലബിലിറ്റി ഉണ്ടോ? പല ഐഡിയാസും ചിലപ്പോൾ 5 പേർക്ക് 6 പേർക്ക് വേണ്ടി വരും, പക്ഷെ 6ന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റ് വാലിഡേഷൻ, അതായത് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞാൽ
ഫസ്റ്റ് നിങ്ങളുടെ ഐഡിയ മാർക്കറ്റിൽ ആക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കി ആ ഒരു മാർക്കറ്റ് സർവേയുടെ എലമെന്റ് പല കേസുകളിലും മിസ്സിംഗ് ആണ്. ആദ്യത്തെ ഫോൾട്ട്. 2, മാർക്കറ്റ് സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ മാർക്കറ്റ് സർവേയെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യണം, ആ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഫണ്ട് വേണം. അവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഞാൻ നേരത്തെ ഇൻഡിവിജ്വൽസിന്റെ കേസിൽ പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെ ഒരു ബിസിനസ് പ്ലാനോ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ പല ആളുകൾക്കും ഇല്ല. അപ്പോൾ ഓക്കെ, 5 ഫ്രണ്ട്സ് ഇവരെല്ലാം കൂടെ കുറെ നാൾ വർക്ക് ചെയ്തു, അവരുടെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട്, ഈ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാമെന്നും പറഞ്ഞു വന്നു. പക്ഷേ ആ ബിസിനസ്സിന് ചിലപ്പോൾ വേണ്ടി വരെ 2.5 കോടി രൂപയായിരിക്കും. 50 ലക്ഷം രൂപ വെച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാമെന്നല്ലാണ്ട് അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനോ ആക്സിലറേറ്റ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ ഫണ്ട് എവിടുന്ന് വരും എന്ന് പോലും അറിയാണ്ടാണ്, അല്ലെങ്കിൽ എത്ര ഫണ്ട് വേണം, ഇതിൽ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, ബാക്കി എവിടുന്ന് റേസ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാണ്ടാണ് പല ആളുകളും വരുന്നത്. പിന്നെ വരുന്ന ഒരു കേസ്, ഇനീഷ്യലി ഈ പറഞ്ഞ ഫണ്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് ഉണ്ട്, കുറച്ച് ഫണ്ടിന് ബാങ്കിൽ പോകാം, ലോൺ എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ ലോൺ എടുക്കേണ്ട പ്രോസസ്സിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ലോൺ എടുക്കേണ്ട പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് കുറേ പ്രാവശ്യം കുറേ ബാങ്കുകളിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ ബാങ്കുകാരും ലോൺ തരാനിരിക്കുന്ന ആൾക്കാരല്ല എന്ന് പറയും. അത് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഫുൾഫിൽ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഫുൾഫിൽ ചെയ്ത് കൊടുത്താലുള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഞാൻ കണ്ടിരിക്കുന്നത്, ബാങ്കിലുള്ളപ്പോഴും ഞാൻ പറയാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബാങ്കുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലിനനുസരിച്ച് കാല് മുറിക്കുന്ന ആൾക്കാരാണ്. അതായത് ബാങ്കുകാർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലിജിലിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ 2 കോടി രൂപ വേണമെന്നും പറഞ്ഞ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് ലിജിലിൻ്റെ ബിസിനസ് പ്രപ്പോസലൊക്കെ നോക്കി, സെക്യൂരിറ്റി ഒക്കെ നോക്കി, സെക്യൂരിറ്റിയുടെ വാല്യൂ ഒക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് തോന്നുകയാണ് ഇതിന് 1.5 കോടി ലോൺ തരാൻ പറ്റുള്ളൂ എന്ന് തോന്നിയാൽ അവർ ലിജിലിനോട് പറയും, ഈ ബിസിനസ്സിന് ഇത്ര ഫണ്ടൊന്നും ആവശ്യമില്ല, 1.5 കോടി ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ 1.5 കോടി നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ലിജിൽ ഉടനെ 1.5 കോടി എടുത്തിട്ട് കച്ചവടം തുടങ്ങും. പക്ഷേ ആക്ച്വലി 2 കോടി വേണ്ടി വരും. അപ്പോൾ ഈ ബാക്കി 50 ലക്ഷത്തിന് എന്ത് ചെയ്യും? ഈ 50 ലക്ഷം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള പല കേസുകളിലും ആനയെ മേടിക്കാൻ കാശുണ്ട്, തോട്ടി മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ആനയെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബിസിനസ് ചെയ്യാൻ നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡിയയെക്കുറിച്ച് മാത്രം പാഷനേറ്റ് ആയിട്ട് കാര്യമില്ല. ആ ഐഡിയയെക്കുറിച്ച് മാക്സിമം റിസർച്ച് ചെയ്ത്, മാക്സിമം മാർക്കറ്റ് സർവേ നടത്തി, കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്ത്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, എത്ര പേര് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്, അവരെന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യും, ഇതെല്ലാം ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ഫണ്ട് വേണം, എൻ്റെ ഫണ്ട് ആരും മാനേജ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് വേണം. നമുക്കെല്ലാം നന്നായി പോകുമെന്ന് മാത്രം വിചാരിച്ചിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എവിടെയാണ് എനിക്ക് സെൻസിറ്റിവിറ്റി ഉള്ളത്? എൻ്റെ സെയിൽസ്, ഓക്കെ 10 കോടി ഫസ്റ്റ് ഇയർ സെയിൽസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, അത് എവിടെ നിന്ന് വരും? അത് വരാനായിട്ട് ഒരു 10% താഴെ പോയാൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ എനിക്ക് 5 കീ എംപ്ലോയീസ് ഉണ്ട്, ഈ 5 കീ എംപ്ലോയീസിൽ 2 എംപ്ലോയീസ് വിട്ടുപോയാൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ 80% അല്ലെങ്കിൽ 70% വരുന്നത് 4 കസ്റ്റമേഴ്സ് എന്നാണ്, ഇതിൽ 2 കസ്റ്റമേഴ്സ് വിട്ടുപോയാൽ എന്തുണ്ടാവും? ഇങ്ങനെയുള്ള അനാലിസിസ് നടത്തി ആ സിസ്റ്റത്തിനെ ഫുൾ പ്രൂഫ് ആക്കിയാൽ മാത്രമേ നമുക്ക് ലോങ് ടേമിൽ അതിൽ സർവേ ചെയ്യാൻ പറ്റും. പലരും ഫെയിൽ ചെയ്യുന്ന ഏരിയാസ്, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പ്രിസൈസ് ആയിട്ട് പറയാനാണെങ്കിൽ പ്ലാനിങ്, ആ പ്ലാനിങ് ഫേസിൽ എന്തുമാത്രം മെറ്റിക്കുലസ് ആയിട്ട് എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നോ, ചാൻസസ് ഓഫ് സക്സസ് ആർ ടു ഹൈ. അതല്ലെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് തുടങ്ങാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പോകുന്ന ഒരു ഫിലോസഫി പലരും ചെയ്യാറുണ്ട്. പണ്ടത്തെ കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ദാറ്റ് വിൽ ബി ടു കോസ്റ്റ്ലി എ മിസ്റ്റേക്ക്. സാർ, ഇപ്പോൾ സാർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതിന്റെ കൂടെ നമ്മളോട് പറഞ്ഞു തന്നു. ദാറ്റ് ഈസ് പല ബിസിനസ്സുകളും ഒരു ഇനീഷ്യൽ ഫണ്ട് വെച്ച് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എന്നാൽ അവർ അതിന് ശേഷമുള്ള വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഗ്രോത്ത് ഫണ്ടിങ്ങോ അതിന് ശേഷമുള്ള ഫണ്ടിങ്ങിനെ പറ്റി തീരെ അവെയർ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ബിസിനസ് ഫോഴ്സ്ഫുള്ളി ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്ന ഒരു പൊസിഷനിങ് വരുന്നുണ്ട്. അപ്പോൾ സാറ് ഇത്രയും വർഷത്തെ ബാങ്കിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണറിന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാമോ? ഫണ്ടിങ്ങിന് പല സോഴ്സസ് ഉണ്ട്. ആൻഡ് എൻ്റെ പ്രിഫേർഡ് ചോയ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് ഞാൻ പറയാം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സ്വന്തം കാശിന് കച്ചവടം ചെയ്യാതെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ ഫണ്ട് റേസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് നിങ്ങളൊരു ബിസിനസ് എൻവയറമെന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സാധനങ്ങൾ കടത്തിന് തരുന്ന ആൾക്കാരുണ്ടാവാം, നിങ്ങൾ വിൽക്കുന്നത് ക്യാഷിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല, ഫണ്ട് ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 15 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് കടത്തിന് സാധനം തന്നു,
നിങ്ങൾ പെട്രോൾ പമ്പാണെന്ന് വിചാരിച്ചോളൂ, പെട്രോൾ പമ്പിലാണെങ്കിൽ കടവില്ല, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിച്ചോളൂ. ക്ലാസിക് എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന എല്ലാവരും തന്നെ കടത്തിന് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണുള്ളത്. സൂപ്പർ മാർക്കറ്റ് ആർക്കും കടത്തിന് കൊടുക്കാറില്ല. പക്ഷേ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളെല്ലാം വലിയ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ മോഡൽ, ഈ പറയുന്ന ലോൺ എടുക്കുന്ന മോഡൽ തെറ്റാണ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ബാധകമാണ്. ഇത് റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ ഞാൻ ഈ പറയുന്ന ബാധകമാണ്. നിങ്ങൾ കടത്തിന് സാധനം മേടിക്കണോ, വിൽക്കുന്നത് ക്യാഷിനാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനും ഫണ്ട് വേണം. അവിടെയാണ് പ്രോബ്ലം. അവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഫർണിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറെ കാശ് വേണം. അപ്പം നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റുകളുടെ ഫണ്ട് മീൻസ് ബാലൻസ് ഷീറ്റ്സ് എടുത്ത് നോക്കിയാൽ അവിടെ ടേം ലോൺ എന്ന് പറയുന്ന സാധനം കാണില്ല. അവിടെ കാണുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഈ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിട്ടാണ് നമ്മളവിടെ പണിയാനായിട്ടൊക്കെ കാശ് ചിലവാക്കുന്നത്. വിച്ച് ഫണ്ടമെന്റലി ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആംഗിളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലണ്ടറാണ്. തുടക്കത്തിൽ തൊട്ടിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പേ തെറ്റാണ്. നിങ്ങൾ ലോൺ എടുത്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിട്ട് ഷോർട്ട് ടേം ലോൺ എടുത്തിട്ട് ലോങ് ടേമിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഫണ്ട് എവിടെ നിന്ന് കിട്ടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് അയാളുടെ സപ്ലയേഴ്സ് ആണ്. അയാളുടെ സപ്ലയേഴ്സ് ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലയർ നിങ്ങൾക്ക് 20 ദിവസത്തേക്കാണ് ക്രെഡിറ്റ് തരുന്നത്. നിങ്ങൾ മേടിച്ച് വെക്കുന്ന സാധനം എത്ര നാളത്തെ? നിങ്ങൾ മേടിച്ച് വെക്കുന്ന സാധനം 3 മാസത്തേക്കുള്ള സാധനങ്ങളാണ് മേടിച്ച് വെക്കുന്നത്. അപ്പോൾ 20 ദിവസം കഴിഞ്ഞാൽ ബാക്കിയുള്ള 80 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് നിങ്ങൾ പെയ്ഡായിട്ട് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അതുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്, എത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ സ്റ്റോക്ക് വിറ്റ് പോകും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയാൽ. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്തു. നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് ഈ സാധനം കടയിൽ വരും എന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പോകുന്നവർക്ക് അറിയാവുന്ന സാധനമുണ്ട്. ലിജിലിന് കൃത്യമായിട്ട് അറിയാം, ചാർട്ടർ അക്കൗണ്ട് എന്നുള്ള നിലയ്ക്ക് ലിജിലിന് അറിയാം. നമ്മൾ റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ, ഒരാഴ്ച കൊണ്ട് ഓർഡർ ചെയ്ത സാധനം വരുമെങ്കിൽ ഐഡിയലി എൻ്റെ കടയിൽ ആ സാധനം മാക്സിമം 10 ദിവസത്തേക്കുള്ള സാധനമേ വേണ്ടൂ. പക്ഷെ നിങ്ങൾ കടയിൽ പോയി നോക്കിയാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ 3 മാസത്തേക്ക് 4 മാസത്തേക്കുള്ളതുണ്ട്. പല കടകളുടെയും കച്ചവടം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇത്രയും സ്റ്റോക്ക് ആവശ്യമില്ല. ഇത്രയും സ്റ്റോക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ സ്റ്റോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ കട 10,000 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 1,500 സ്ക്വയർ ഫീറ്റായിട്ട് ചുരുക്കാം. 1,500 സ്ക്വയർ ഫീറ്റായിട്ട് ചുരുക്കിയാൽ നിങ്ങൾക്ക് അതനുസരിച്ച് കറണ്ട് കാശ് ലാഭിക്കാം, AC-യുടെ കാശ് ലാഭിക്കാം, സ്റ്റാഫിൻ്റെ കാശ് ലാഭിക്കാം, ഫർണിഷിങ്ങിൻ്റെ കാശ് ലാഭിക്കാം, ഒരുപാട് കാശ് ലാഭിക്കാം. അപ്പോൾ ഫണ്ട് എവിടെ നിന്ന് വരുന്നു ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ടു ബിസിനസ്. നമ്മൾ നമ്മുടെ ഈഗോയെ മാറ്റി വെച്ചിട്ട്, നമ്മൾ ഈ 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ കട തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈഗോയെ ബ്രഷ് ചെയ്യണം. അപ്പുറത്തെ കടക്കാരൻ 10,000 സ്ക്വയർ ഫീറ്റ്, ഇപ്പുറത്തെ കടക്കാരൻ 10,000 സ്ക്വയർ ഫീറ്റ്. അപ്പം ഞാൻ 1,500 തുടങ്ങിയാൽ ഞാൻ മോശക്കാരനാവും. ഈ ഈഗോയെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ഫണ്ടിങ് എത്രയാണെന്ന് നോക്കിയാൽ ആ ഫണ്ടിങ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്, ഇതിൽ ഒരു എലമെന്റാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, ഇതെല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്നില്ല. 2, നിങ്ങൾ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബാങ്കുകളെ നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെ വേണം കാണാൻ. പാർട്ട്ണറായിട്ട് കാണണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ള മാതിരി പറയണം. ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ വളരെ മനോഹരമായ പിക്ചർ കൊടുത്താലേ ലോൺ കിട്ടുള്ളൂ എന്ന തെറ്റായൊരു ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കോടി ആക്ച്വലി സെയിൽസ് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമ്മൾ വിചാരിക്കും അവിടെ 5 കോടി വേണം എന്ന് പറഞ്ഞാലാണ് നമുക്ക് 2 കോടി കിട്ടുക. അപ്പോൾ നമ്മൾ 5 കോടി വേണം എന്നുള്ള രീതിയിലുള്ള കണക്കുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഈ കണക്കുണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബാങ്കുകാരും കട്ടിലനുസരിച്ച് കാല് മുറിച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോണൊക്കെ കിട്ടും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത കൊല്ലം റിവ്യൂവിന് ഈ ഫയൽ ചെല്ലുമ്പോൾ ഇവർ പറയും നിങ്ങൾ 20 കോടി ടേൺ ഓവർ ഉണ്ടാവുന്ന പറഞ്ഞേ, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ലോൺ തന്നത്, നിങ്ങൾക്ക് 10 കോടി പോലും ടേൺ ഓവർ ഇല്ല, അപ്പോൾ ഈ ഫണ്ട് ഇത്രയും തരാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത്, ബാങ്കുകളിൽ നിന്ന് ഫണ്ട്സ് കിട്ടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് CGTMSE എന്നൊക്കെ പറയുന്ന കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് ഗവൺമെന്റ് ഗ്യാരണ്ടിയുടെ ബേസിസിലൊക്കെ ലോൺസ് കിട്ടാനുള്ള സ്കീംസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാരെ കൺസൾട്ട് ചെയ്ത്, ചാർട്ടർ അക്കൗണ്ടൻസിനെയോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഒരുപാട് ലോൺ കൺസൾട്ടൻസോ ഒക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ കൺസൾട്ട് ചെയ്ത് എങ്ങനെ, ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ബിസിനസ്സിന് എന്ത് ഫണ്ട് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫണ്ട് നിങ്ങളുടെ ഓൺ ക്യാപിറ്റലായിട്ട് എന്തുമാത്രം കൊണ്ടുവരാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ നിന്ന് എവിടെ നിന്ന് എത്ര കൊണ്ടുവരാം, ഇന്റേണൽ അക്രൂവൽസ് എന്തുമാത്രം ഉണ്ടാവാം, ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടാം, എക്സ്റ്റേണൽ ബോറോയിങ്സ് എത്ര വേണം. ഇത് ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഇത് ഓരോ ബിസിനസ്സിൻ്റെയും റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വേരി ചെയ്തിട്ട് അതനുസരിച്ച് വർക്ക് ചെയ്താൽ കാശ് കിട്ടും. അണ്ടർസ്റ്റുഡ് സാർ. എനിക്ക് തോന്നുന്നു സാർ ഒരുപാട് മിസ്റ്റേക്സ് ഓഫ് ബിസിനസ്സസ് ഇൻ ഫണ്ടിങ് പറഞ്ഞു. ലൈക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര വാലിഡ് ആയിട്ടുള്ള സാർ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ മനസ്സിലാക്കാതെ എനിക്ക് തോന്നുന്നു പല ബിസിനസ്സുകൾക്കും അത് അറിഞ്ഞുകൂടാ. പിന്നെ പ്ലാനിങ് എറേഴ്സ് ഉണ്ട്, സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ ടേംസ് ഓഫ് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാതെ ഇറങ്ങുന്നത്.
ഇതല്ല സാർ കണ്ടിരിക്കുന്ന ഒരു ഓൺട്രപ്രണർ മിസ്റ്റേക്സ് എന്താണ് സാർ? ലൈക്ക് ഒരു ബിസിനസിന്റെ ഓണർ ആയിരുന്നിട്ട് അവർ നടത്തുന്ന ഫണ്ടിലുള്ളത് അല്ലെങ്കിൽ ഫണ്ട് വിഡ്രോ ചെയ്യുന്നത്, അങ്ങനെ സാറിന് എന്തെങ്കിലും മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ടോ ജനറലി ദാറ്റ് യു സീ വിത്ത് ദ ബിസിനസ്സസ് ദാറ്റ് യു വർക്ക് വിത്ത്? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പറയാം, ബേസിക്കലി ആ ഒരു പ്ലാനിങ് പ്രോസസ്സ് തൊട്ടിട്ട് തന്നെ പലപ്പോഴും ഫെയിലിയേഴ്സ് സംഭവിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്പെഷ്യലി ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1, 2, 3 കഴിവുകൾ ഉണ്ടാവാം. എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചാൽ ഐ എം ഫൂളിങ് മൈസെൽഫ് ആൻഡ് ഐ എം ഫൂളിങ് അതേഴ്സ്. അപ്പം ആ ഒരു പ്രൊപ്പറേറ്റർക്കുള്ള ഒരു കോർ കോമ്പറ്റൻസ് ഉണ്ട്, കോർ ഡൊമൈൻ ഏരിയ ഉണ്ട്. ചിലരിപ്പോൾ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസൈനിങ് ആൻഡ് കാര്യങ്ങളായിരിക്കും ആളുടെ കോർ കോമ്പറ്റൻസ്. പക്ഷേ ആൾക്ക് മാർക്കറ്റിംഗ് അറിയുണ്ടാവില്ല, HR അറിയുണ്ടാവില്ല, ഫിനാൻസ് അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മേഖലകളിലേക്ക് അയാൾക്ക് അതനുസരിച്ച് ടീം ബിൽഡ് ചെയ്യാൻ പറ്റണം. ഫെയിലിയർ ആണ് പലപ്പോഴും ഉണ്ടാവുന്ന ഫസ്റ്റ് സാധനം. സെക്കൻഡ് വരുന്നത്, ഇതൊക്കെ തുടങ്ങി നന്നായി ആൾക്കാരെയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും, വളരെ ഭംഗിയായിട്ട് പോകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാണ്ട് പോകും. ഇപ്പോൾ നിങ്ങൾ ഈവൻ സ്റ്റാർട്ടപ്സിൻ്റെ കുറേ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സിന് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്സോ അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ടിങ്സോ ഒക്കെ വന്നിട്ടുള്ള കുറേ കേസുകളുണ്ട്. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞ് ഈ സ്റ്റാർട്ടപ്പുകളിൽ പലതും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് 5 കോടി 10 കോടിയൊക്കെ എക്സ്റ്റേണൽ ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല വാല്യുവേഷനിലൊക്കെയാണ് കിട്ടിയത്, കമ്പനിയുടെ വാല്യുവേഷൻ ഒക്കെ കൂടി. പക്ഷേ 4 സ്റ്റാർട്ടപ്പ് തുടങ്ങിയ 4 ആൾക്കാരുണ്ടായിരുന്നു. ഈ ഫണ്ട് വന്നതോട് കൂടിയിട്ട് എല്ലാവരും 2 കോടി 3 കോടിയുടെ വീട് മേടിച്ചു, 3 കോടിയുടെ കാറ് മേടിച്ചു, ബിസിനസ്സിലുള്ള ശ്രദ്ധ കുറഞ്ഞു, ടൂറായി, കാര്യങ്ങളായി, ഒരുപാട് കേസുകളുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, 1 ഇനീഷ്യൽ പ്ലാനിങ് ഫേസ്, 2 ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നിങ്ങൾ ഗ്രോ ചെയ്താൽ, വളരെ നന്നായി ഗ്രോ ചെയ്താൽ, എങ്ങനെ നിങ്ങൾ ഗ്രോ ചെയ്യുന്നു എന്നതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ സിസ്റ്റംസും പ്രോസസ്സും കൺട്രോൾസും ടൈറ്റൻ ചെയ്ത് കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഫെയിൽ. ഇപ്പോൾ ഈവൻ ബൈജൂസിന്റെ കേസ് എടുത്ത് നോക്കിയാൽ ദാറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ. അപ്പം സക്സസ് കൊണ്ട് മാത്രം കാര്യമില്ല, സക്സസ് സസ്റ്റെയിൻ ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് സിസ്റ്റംസ്, പ്രോസസ്സസ് ആൻഡ് പ്രോപ്പർ കൺട്രോൾസ്. അണ്ടർസ്റ്റുഡ് സർ. സാറ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് സർ. നമ്മൾ റിട്ടയർമെന്റിനെ പറ്റി എപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാലും, ഇപ്പം ഞാൻ റിട്ടയർമെന്റ് ആലോചിക്കുമ്പോൾ എനിക്കിത് ദൂരത്ത് എപ്പോഴോ ഉള്ളൊരു സാധനമായിട്ടാണ് എപ്പോഴും തോന്നുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ റിട്ടയർമെന്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ. സാർ ആക്ച്വലി സാറിൻ്റെ ഒരു കരിയർ പ്ലാൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ ലൈക്ക് എപ്പോഴാണ് ഒരാൾ റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കേണ്ടത്? ആൻഡ് ലൈക്ക് അതിനൊരു റൈറ്റ് ടൈം, അല്ലെങ്കിൽ റിട്ടയർമെന്റുമായിട്ട് ക്ലബ് ചെയ്ത് വരുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിനുശേഷം പോസ്റ്റ് റിട്ടയർമെന്റ്, സാർ ഇനീഷ്യലി നമ്മളോട് സംസാരിച്ചതിനെ പറ്റിയിട്ട് സാറിൻ്റെ ഒരു അപ്രോച്ച് ആൻഡ് ഗൈഡൻസ് എന്തായിരിക്കും അതിൽ? ഇവിടെ നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്, പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോൾ ആളുകൾക്ക് പീപ്പിൾ വാണ്ട് ടു റിട്ടയർ യങ്. ഇപ്പം ഞാനൊക്കെ ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 58-60 വയസ്സിൽ റിട്ടയർ ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് ആൾക്കാർ ബാങ്കുകളിൽ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൺ എനി എംപ്ലോയ്മെൻറ്റ് അവരെങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. 45-ാമത്തെ വയസ്സിൽ VRS എടുത്ത ആൾ, ഞാൻ 45-ാമത്തെ വയസ്സിൽ VRS എടുത്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഞെട്ടി നോക്കി, ഇയാൾ 45-ാം വയസ്സിൽ റിട്ടയർ അല്ലെ VRS എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണേ എന്നുള്ളത്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ 45 വയസ്സ്, കോവിഡ് കഴിഞ്ഞിട്ട് എസ്പെഷ്യലി നിങ്ങൾ നോക്കാനാണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ റിട്ടയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫണ്ടമെൻ്റലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ബേസിക് റിസ്ക് ആണ് ലിവിങ് ടു ലോങ്. അപ്പം ആൻഡ് യു ഹാവ് ടു പ്ലാൻ ഫോർ ദാറ്റ്. നമ്മൾ ഇൻകം സൈഡ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന മാതിരി തന്നെ ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, എത്ര നേരത്തെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത്. ഇത് തുടങ്ങുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സ് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഐ ടെൽ യു, എക്സാക്ട് നമ്പേഴ്സ് വെച്ചിട്ട് പറയാൻ എൻ്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 30 കൊല്ലം സേവ് ചെയ്യുന്നതും 35 കൊല്ലം സേവ് ചെയ്യുന്നതും തമ്മിൽ 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു കണക്കെടുത്ത് നോക്കിയാൽ, നിങ്ങൾ 25-ാം വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾ 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 35 കൊല്ലം കിട്ടും. ഈ 35 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അസ്യൂം അതൊരു എക്സ് ആണെന്ന് വെച്ചോളൂ. ഇനി വേറൊരാൾ ജോയിൻ ചെയ്തിട്ട് ഇതേ സമയത്ത് ജോയിൻ ചെയ്ത് ആദ്യത്തെ 5 കൊല്ലം ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, 5 കൊല്ലത്തേക്ക് ഞാൻ ചെയ്യണില്ല, ഇപ്പോഴേ ഞാൻ ഈ പറഞ്ഞ മാതിരി എന്തിനാണ് റിട്ടയർമെൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ, അയാൾക്ക് 60 വയസ്സാകുമ്പോൾ 30 കൊല്ലം സേവ് ചെയ്താൽ, 1000 രൂപ വെച്ച് 30 കൊല്ലം സേവ് ചെയ്താൽ, അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഓൾമോസ്റ്റ് X/2 ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഞാനത് എൻ്റെ കയ്യിൽ എക്സാക്ട് നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്പേഴ്സ് വെച്ച് പറയണില്ല. പക്ഷെ തമ്പ് റൂൾ അഗെയിൻ വെച്ചിട്ട് നോക്കിയാൽ അത്രയും ഡിഫറൻസ് വരും. ആദ്യത്തെ ആൾക്ക് 1 കോടി രൂപ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അന്ന് മെച്യൂരിറ്റി വാല്യൂ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റേ ആൾക്ക് കിട്ടുന്നത് 50 ലക്ഷം ആയിരിക്കും. വിച്ച് മീൻസ് 2 കാര്യങ്ങൾ. ഒന്ന്, എത്രയും നേരത്തെ റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിനുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക.
ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഓക്കെ ഇമാസം ഞാൻ ഇടുന്നില്ല, ഇമാസം എനിക്ക് ഫോറിൻ ടൂർ പോകണം, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എൻ്റെ ടെർമിനൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിനൊന്നും മാറ്റി വെക്കണില്ല. ഇവിടെയാണ് ഞാൻ ആ പറഞ്ഞ ത്രിഫ്റ്റിൻ്റെ കോൺസെപ്റ്റ് ആക്ച്വലി വരുന്നത്. എനിക്ക് ഓക്കെ ഇനി ഇതിൻ്റെ റിവേഴ്സ് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 60 വയസ്സ് വരെയുള്ള ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഓക്കെ 25-ാം വയസ്സിൽ ഞാൻ കയറി 20 കൊല്ലമേ ഞാൻ പണിയെടുക്കാൻ ഉദ്ദേശിക്കുള്ളൂ, 45-ാം വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്തിട്ട് കെയർ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യണം. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ 45-ാം വയസ്സ് തൊട്ടിട്ട് ഒരു ആവറേജ് 75 വയസ്സ് വരെയുള്ള പീരീഡ് 30 കൊല്ലത്തേക്കുള്ള ഫണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് അല്ലെങ്കിൽ എന്ത് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സന്യാസിയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അപ്പോൾ എന്ത് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആ ലൈഫ് സ്റ്റൈലിന് നിങ്ങൾ ഇപ്പം എന്ത് എക്സ്പെൻസ് വരും? ഓക്കെ, ഇപ്പോൾ ഇത്ര എക്സ്പെൻസ് വരുമെങ്കിൽ ആവറേജ് ഒരു 4% ഇൻഫ്ലേഷൻ ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 30 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ എന്ത് എക്സ്പെൻസ് പെർ മന്ത് വേണം? ഇതെല്ലാം അർത്ഥമാറ്റിക്സ് ആണ്. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് സയൻസ് ഒന്നുമില്ല ആക്ച്വലി. ഇത് 20 കൊല്ലം ഇന്ന് എനിക്ക് ഓക്കെ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് തന്നെ എനിക്ക് റിട്ടയർ ചെയ്താലും ജീവിക്കണം. ഇപ്പോൾ എനിക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം. റിട്ടയർ ചെയ്യുമ്പോൾ കുറച്ച് കാശൊക്കെ കുറവ് മതിയാവും, കാരണം എനിക്ക് ഡെയിലി ഓഫീസിൽ പോകാനായിട്ട് വണ്ടി വേണ്ട, ഡെയിലി ഷർട്ട് ഇടണ്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ലാഭമുണ്ട്. ഒരു 10,000 രൂപ സേവ് ചെയ്തു, 40,000 രൂപ വേണം. ഈ 40,000 രൂപ ഇന്നത്തെ ലെവൽ വെച്ചിട്ട് 4% ഇൻഫ്ലേഷൻ വെച്ചിട്ട് 20 കൊല്ലം കഴിയുമ്പോൾ 1,50,000 രൂപയാവും. അപ്പോൾ എല്ലാ മാസവും 1,50,000 രൂപ എനിക്ക് 20 കൊല്ലം കഴിയുമ്പോൾ വേണം. അന്ന് എനിക്ക് റിട്ടയർമെൻറ്റ് കോർപ്പസിൽ എത്ര രൂപ വേണം? മന്ത്ലി 1,50,000 രൂപ വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 1,50,000 രൂപ മന്ത്ലി കിട്ടാൻ എന്ത് റിട്ടയർമെൻറ്റ് കോർപ്പസ് വേണം? നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ഓൺലൈൻ ഫോർമുലാസ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളുണ്ട്. ഇതിൽ ഏതിലെങ്കിലും പോയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കൊല്ലത്തേക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഈ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിട്ടേൺ കിട്ടും? 12% ആവറേജ് റിട്ടേൺ ഇട്ടിട്ടോ 10% ഒക്കെ റിട്ടേൺ ഇട്ടിട്ട് ലോങ് ടേം ആണ്. അപ്പോൾ 10-12% റിട്ടേൺ ഇട്ടിട്ട് സേഫായിട്ട് കൂട്ടിയാൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ആൻഡ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പീരിയോഡിക്കലി റീബാലൻസിങ് ഓഫ് പോർട്ട്ഫോളിയോ. ചില സെഗ്മെന്റ്സിൽ നമ്മൾ റിസ്കി ആയിട്ടുള്ള കുറച്ചും കൂടെ റിസ്കി അസറ്റ് ക്ലാസിഫിക്കേഷൻസിലേക്ക് പോകും. ചില സമയത്ത് നമ്മളത് റീബാലൻസ് ചെയ്ത് ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക മീഡിയം റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോസിലേക്ക് പോകും. ഇത് അതുകൊണ്ടാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അത് വളരെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്താൽ റിട്ടയർമെൻറ്റ് പീരിയഡ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫ് വിൽ ബി വെരി ഹാപ്പി. അതല്ല എന്നുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് ദാറ്റ് വുഡ് ബി എ ചാലഞ്ച്. ആൻഡ് ഈ അടുത്തൊരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ അല്ല ഒരു വേൾഡ് ഓർഗനൈസേഷൻ്റെ സ്റ്റഡിയാണ്, വിച്ച് സേസ് somewhere around 25 to 30% of the people will exhaust their retirement funds within 5 years of retirement എന്നാണ് പറയുന്നത്. 5 കൊല്ലം, അതായത് അവർ റിട്ടയർ ചെയ്ത് 5 കൊല്ലം കൊണ്ട് 30% ആളുകളുടെ റിട്ടയർമെന്റ് കോർപ്പസ് എക്സ്റ്റിങ്വിഷ്ഡ് ആവും എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് എ ഹ്യൂജ് ഗ്യാപ്പ് ദാറ്റ് വിൽ ബി ദർ. കംപ്ലീറ്റ് റോങ് പ്ലാനിങ് ആണത് ഡിനോട്ട് ചെയ്യുന്നത്. ലൈക്ക് ഇത്രയും ആൾക്കാർ കറക്റ്റ് പ്ലാൻ ചെയ്യുന്നില്ല ഇൻ ടേംസ് ഓഫ്. സർ, ഫൈനലി സാറിനോട് ഒരു ക്വസ്റ്റ്യനോട്, നമുക്ക് ഒരുപാട് യങ് ലിസണേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ യങ് ലിസണേഴ്സ് എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ്. ആൻഡ് അവർക്ക് അവരുടെ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. അവർക്ക് സാർ പറഞ്ഞ പോലെ കുറെ മോശം ഹാബിറ്റ്സും ഉണ്ട്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ഒരു നല്ല ഹാബിറ്റ്, അവരുടെ ലോങ് ടേമിലേക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു നല്ല ഹാബിറ്റ് അവർക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഭാഗത്തുനിന്നുള്ളൊരു ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇതില് സിംഗിൾ സജഷൻ കൊടുക്കാനാണെങ്കിൽ ഐ വുഡ് സേ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കാശ് കിട്ടുന്നു എന്നുള്ളത് അറിയണം, ഈ കാശ് എവിടെ ചെലവാക്കുന്നു എന്നുള്ളത് അറിയണം. ആവശ്യമില്ലാത്ത എവിടെയെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അത് എവിടെ നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്ത് അതിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് അറിയണം. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു പ്രോപ്പർ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആണ്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒപ്പം തന്നെ വേണ്ടതാണ് ഒരു ഗോൾ സെറ്റിംഗ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗോൾസ് ആയിട്ട് വേണ്ടത് എന്നുള്ളതും അതിനെത്ര കാശ് വേണമെന്നുള്ളത്. അപ്പം ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോളിലേക്കുള്ള ഫുൾഫിൽമെന്റ് ജേണിയിൽ വരുന്ന ഫസ്റ്റ് സാധനമാണ് ഈ പറയുന്ന ബഡ്ജറ്റ് എടുക്കൽ. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാൻ പറയുക ത്രിഫ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് ത്രിഫ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് പാലിക്കാൻ പഠിക്കുക. അതായത് യങ്സ്റ്റേഴ്സിനുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ ഇല്ല. ഇപ്പം എനിക്കറിയാവുന്ന പല യങ്സ്റ്റേഴ്സും, ഞാനൊക്കെ ഈ ലോൺ ഓൺ റേഷനിങ് എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന ആളാണ്. അതായത് എൻ്റെ കാലഘട്ടത്തിലൊക്കെ ഒരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 ബാങ്കിൽ പോകണം, ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയാലായി എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ലോൺ ഓൺ ടാപ്പായി. ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു സ്വിച്ചിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ കിട്ടുന്ന കാലഘട്ടമായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലവാക്കാൻ കാശ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. സിസ്റ്റം മാതിരിയാണ്. 10 മൊബൈൽ ആപ്പുകളിൽ ക്ലിക്ക് ചെയ്താൽ 10 ലക്ഷം രൂപ ഉടനെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഇനി ഇത് തിരിച്ചു കൊടുക്കേണ്ട കാര്യം വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പലരെയും ഈ പറയുന്ന അബണ്ടൻസ്, ലോണിൻ്റെ അബണ്ടൻസ് അല്ലെങ്കിൽ അബണ്ടൻസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഒക്കെ പലരെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൊല്ലങ്ങളിൽ മൊബൈൽ ഫോൺ മാറ്റുന്നത്, മൊബൈൽ ഫോൺ മാറ്റുക എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ മൊബൈൽ ഫോൺ അല്ല, 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഫോൺ ഓരോ 8-9 മാസം കൂടുമ്പോൾ മാറ്റുന്ന ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം. ആ 1.5 ലക്ഷം രൂപ സേവ് ചെയ്തിട്ട് അയാൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജഗിരി കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പം പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിളാണ്. അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പിസ്സ ആൻഡ് ഒരു മൂവി, ഒരു മാസത്തിലുള്ള 2 പിസ്സ ആൻഡ് ഒരു മൂവിയുടെ സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് എ റിട്ടയർമെന്റ് കോർപ്പസ് ഓഫ് അറൌണ്ട് 80 lakhs ഫോർ ദം. അപ്പോൾ 2 പിസ്സ ആൻഡ് ഒരു മൂവി ടിക്കറ്റ്, ഇത് 25 വയസ്സ് തൊട്ടിട്ട് 60 വയസ്സ് വരെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് കോർപ്പസിൽ 80 lakhs ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് യങ്സ്റ്റേഴ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. നിങ്ങൾ എവിടെ സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ്, പ്രിപ്പയർ എ പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ, ബഡ്ജറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ബഡ്ജറ്റിൽ എവിടെയൊക്കെ കാശ് കുറയ്ക്കാമെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്ത് സേവ് ചെയ്യുക. ബി സിസ്റ്റമാറ്റിക്, കീപ്പ് ഓൺ റിവ്യൂയിങ് ദി പോർട്ട്ഫോളിയോ പീരിയോഡിക്കലി. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ യു വിൽ റിക്വയർ എക്സ്പെർട്ട് അഡ്വൈസ്. വെറെവർ എക്സ്പെർട്ട് അഡ്വൈസ് ഈസ് റിക്വയർഡ്, റീച്ച് ഔട്ട്. ഇപ്പോൾ അഡ്വൈസ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടംമാതിരി സോഴ്സസ് ഉണ്ട്. റീച്ച് ഔട്ട് ഫോർ എക്സ്റ്റേണൽ അഡ്വൈസ്. കീപ് റീഡിങ്, ഫിനാൻഷ്യൽ നോളജ് ബിൽഡ് ചെയ്യുക, ഫിനാൻഷ്യൽ ലിറ്ററസി ബിൽഡ് ചെയ്യുക, ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ റീച്ച് ദ ഫിനാൻഷ്യൽ ഗോൾസ്. It was great talking to you, sir. Thank you so much for sparing your time with us. Thank you. Pleasure interacting with you and giving whatever little insights I have. Hope that would be beneficial for our viewers. Really great to listen to you, sir. A lot of points were very insightful. Thank you. Thank you once again, sir. അപ്പോൾ മണി ഗൈഡിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻസ് ഒന്ന് സമറൈസ് ചെയ്യാം. പല ആളുകളും ചെയ്യുന്ന ഒരു കോമൺ ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാകില്ല എന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതിനായി ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന നോൺ ടാഞ്ചിബിൾ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആയ ഇൻഷുറൻസ്, റിട്ടയർമെന്റ് പ്ലാനിങ്, കണ്ടിൻജൻസി പ്ലാനിങ് എന്നിവയെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ഗോളുമായിട്ട് അലൈൻ ചെയ്ത് അത് ഷോർട്ട് ടേമിലേക്കും മീഡിയം ടേമിലേക്കും ലോങ് ടേമിലേക്കും എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും സംസാരിച്ചു. അതുകൂടാതെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഒരു 3-6 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യേണ്ടതും അതുവഴി നമുക്ക് ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റ് കുറയാതെ നോക്കേണ്ടതും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായാലേ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവുള്ളൂ എന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ വാല്യൂ ചെയ്തിട്ട് അവർക്ക് ഒരു ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കൂടാതെ ക്രെഡിറ്റ് സ്കോർ കൂടാനുള്ള മാർഗമായിട്ട് നമ്മൾ ലോൺ എടുത്തു കൂട്ടുന്നത് അത്ര നല്ല കാര്യമല്ല എന്നും നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഒരു വെൽത്ത് ഉണ്ടാക്കാനായിട്ട് ബിസിനസ്സും ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയെ നമ്മൾ മാറ്റി. അതിന് നല്ല ഇൻവെസ്റ്റ്മെന്റ് ബിൽഡ് ചെയ്യാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ചർച്ച ഒരു ബിസിനസ് ലാൻഡ്സ്കേപ്പിലേക്ക് മാറുകയും അവിടെ ഉണ്ടാകുന്ന എന്റർപ്രനേഴ്സിന്റെ കോമൺ മിസ്റ്റേക്കിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഐഡിയ ഉണ്ടായാൽ മാത്രം പോരാ, അത് കാര്യമായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് ഐഡിയനെ മാർക്കറ്റ് റിസർച്ച്, കസ്റ്റമർ സർവേ, സ്കെയിൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ്, കോമ്പറ്റീറ്റർ അനാലിസിസ്, ഫണ്ട് സോഴ്സസ്, ഇവയെല്ലാം ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു. സോ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതിനായിട്ട് ഗ്രോ മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ദിസ് ഇസ് CA Lijal Lakshman സൈനിങ് ഓഫ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.